IFPHന്റെ 1539 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മളുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ രമാദേവി അമ്പാടി മാഡമാണ്. അമ്പാടിസ് ഹോമിയോ ക്ലിനിക്, നോർത്ത് പറവൂർ, കൊച്ചി 2021 സ്വാമി ആദരദാസ് അവാർഡ് സഹിയിൽ നിന്നും ശാന്താചന്ദ്രൻ ഡോക്ടറോടൊപ്പം കരസ്ഥമാക്കി. വന്ധ്യതയെക്കുറിച്ച് ധാരാളം പൊതുജന ബോധവൽക്കരണ ക്ലാസുകൾ, ഡോക്ടർമാർക്കായി സെമിനാറുകൾ, കൂടാതെ വന്ധ്യതയിൽ വൻ വിജയം നേടിയ വ്യക്തിത്വം. 50 വർഷത്തെ ചികിത്സാനുഭവങ്ങളുള്ള ഡോക്ടർ രമാദേവി അമ്പാടി മാഡത്തോടൊപ്പം നമുക്ക് 1 മണിക്കൂർ കഴിയാം. ഇതിലേക്കായി ഡോക്ടർ രമാദേവി അമ്പാടി മാഡത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു മറിയാമ്മ, താങ്ക് യു. ഞാൻ ആദ്യമായിട്ട് എനിക്ക് ജന്മം തന്ന എൻ്റെ അച്ഛനും അമ്മയും, അതുപോലെ തന്നെ എന്നെ ഹോമിയോപ്പതി പഠിക്കാൻ എനിക്ക് അവസരം തന്ന എൻ്റെ ഹസ്ബൻഡിനും, അതുപോലെ തന്നെ ഹോമിയോപ്പതി കണ്ടുപിടിച്ച ഡോക്ടർ സാമുവൽ ഹനിമാനും, ഇതിനൊക്കെ പുറമെ നമ്മുടെ ഈ IFPH 1539 ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ സെമിനാർ ഇങ്ങനെ കൊണ്ടു നടക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ധനേഷ്, ഡോക്ടർ മഹേഷ്, ഡോക്ടർ മനോജ്, ഡോക്ടർ ഹ്യൂബർട്ട്, മറിയാമ്മ, ഷൈല, ഇവരെയൊക്കെ നമ്മൾ ആദരിച്ചോ നന്ദി 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 എന്ന് പറഞ്ഞു നോക്കുള്ളൂ. മനസ്സിലായോ? നിങ്ങളെല്ലാം എന്തുമാത്രം സമയമാണ് ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. അതുപോലെ നിങ്ങളോടും ഞാൻ നന്ദി പറയുന്നു. ഇതിനൊക്കെ പുറമെ സർവേശ്വരന് നന്ദി പറയുന്നുണ്ട്. നമുക്ക് ഈ സെഷൻ തുടങ്ങാം. കേൾക്കണ്ടല്ലേ? ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഞാൻ ഒരിക്കൽ ഒരു ഫാക്കൽറ്റിയോട് സ്പെസിഫിക് റെമഡി, ഒരു പർട്ടിക്കുലർ ഡിസീസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ സ്പെസിഫിക് റെമഡി ചോദിച്ചു എന്താന്ന്. അപ്പോൾ ആ ഡോക്ടർക്ക് എനിക്ക് പേഴ്സണലായിട്ട് എന്നെ അറിയാവുന്ന ആളാണ്, ഞാൻ ഇതായിട്ടുള്ള ആൾ. പക്ഷെ ആ ഡോക്ടർ എന്നെ പകുതി തമാശയായിട്ടും പകുതി കളിയാക്കിക്കൊണ്ടും എൻ്റെ അടുത്ത് ചോദിച്ചു, അമ്പാടി മാഡം ഹോമിയോപ്പതിയിൽ സ്പെസിഫിക് റെമഡീസ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പക്ഷേ നമ്മുടെ ഗസ്റ്റാണ്, അതുകൊണ്ട് തന്നെ ഞാൻ വളരെ ക്ഷമാപൂർവ്വം ഞാൻ അതിന് ഒന്നും ആൻസർ പറഞ്ഞില്ല. പക്ഷെ എനിക്ക് നിങ്ങളോട് അത് പറയണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ഇന്ന് സ്പെസിഫിക് റെമഡീസിനെ പറ്റി പറയാം. അത് ഹനിമാൻ തന്നെ പറയുന്നുണ്ട്. 100 മിനിറ്റ് ഞാൻ നോക്കിക്കോട്ടെ. അപ്പോൾ ഒരു ദിവസം 147-ലും 153-ലും 54-ലും സ്പെസിഫിക് 53-ലും 54-ലും സ്പെസിഫിക് റെമഡിയെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ആ സ്പെസിഫിക് സിംറ്റം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട. ബാക്കി എന്തായാലും നമ്മൾ നോക്കുമ്പോൾ ബാക്കി എല്ലാ സിംറ്റംസും അതിനോട് കൂടുതലുണ്ടാവും. അതായത് ഒരു പർട്ടിക്കുലർ ഒരു എന്താ പറയുന്ന ഒരു അൺകോമൺ സ്ട്രോങ് ഇൻഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഹനുമാൻ തന്നെ പറയുന്നുണ്ട്, 2 ട്രയാങ്കിൾ വെച്ചേക്കണ പോലെ ഒരു 2 മെഡിസിനൽ സിംറ്റവും ഡിസീസ് സിംറ്റവും കൂടി ചേരാൻ പറ്റില്ല, ആൾമോസ്റ്റ് സിമിലർ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഹനുമാൻ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ സ്പെസിഫിക് ആ ഒരു സിംറ്റം നോക്കിയിട്ട് നമുക്ക് മെഡിസിൻ സെലക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ മെഡിസിൻ സെലക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ പറയുന്നത് അമ്പാടിയൻ മെത്തേഡാണ്. എനിക്ക് എൻ്റെ ഹോമിയോപ്പതി, ഞാൻ പഠിച്ച ഹോമിയോപ്പതി ഈ ഓം എന്ന് ഞാൻ പറയുന്നത്, അതായത് ഓർഗൻ ഓഫ് മെഡിസിൻ, അതല്ലേ ഈ എന്താണ് ശബ്ദം ആദ്യം ഉണ്ടായി എന്ന് പറയും. അതുപോലെ നമ്മളെ സംബന്ധിച്ചോളം ഓമാണ് നമ്മള് എന്താ പറയണേ, വളരെ വളരെ ആരാധനയോടെ നമ്മൾ കാണുന്ന ശബ്ദമാണ് ഓം. ആ ഓം എന്ന് പറഞ്ഞാൽ ഓർഗൻ ഓഫ് മെഡിസിൻ. ഹോമിയോപ്പതിയെ സംബന്ധിച്ചോളം ഓം ഓർഗൻ ഓഫ് മെഡിസിൻ ആണ്. ആ ഓം എന്നെ സംബന്ധിച്ചോളം ഞാൻ ഡെയിലി ഒരു അപ്പോറിസം വായിക്കും. അത് ഞാൻ അങ്ങനെ അതുകൊണ്ട് ആ ഓർഗൻ ഓഫ് മെഡിസിനെയും കൂടി ഞാൻ താരതമ്യപ്പെടുത്തുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. സ്പെസിഫിക് മെഡിസിൻസ് നമുക്ക് ഉണ്ട്. അത്
ധൈര്യമായിട്ട് അതിൽ നമുക്ക് ഇത് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, എയിൻമെന്റ് ഫ്രം ആങ്കർ. നമ്മളൊക്കെ ആദ്യം വരുന്നത് സ്റ്റാഫ്സാഗ്രിയം ഓപ്പിയവുമാണ്. നമ്മൾ എങ്ങനെയാ സ്റ്റാഫ്സാഗ്രിയം ഓപ്പിയത്തിനും നമ്മൾ അതിന്റെ ആ സ്പെസിഫിസിറ്റി നോക്കും നമ്മൾ, അല്ലേ? സ്റ്റാഫ്സാഗ്രിയ ആണെങ്കിൽ അവർക്ക് ഒരുതരം ദേഷ്യമാണ്, ഒരുതരം രോഷം. അതായത് ഇൻജസ്റ്റിസ് കണ്ടു കഴിഞ്ഞാൽ അവർ റിയാക്ട് ചെയ്യും. അവർക്ക് അത് കണ്ട് സഹിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. അതേ സമയത്ത് ഓപ്പിയം ഇൻഡിഫറൻ്റ് ആണ്. എന്ത് കണ്ടാലും അവരവിടെ കിടന്ന് കാണിച്ചോട്ടെ എന്ന് വിചാരിക്കും. അപ്പൊ നമുക്ക് ആ സ്പെസിഫിക് സിംറ്റം കിട്ടിയില്ലേ? പിന്നെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവർക്കറിയാം, ഓപ്പിയത്തിൽ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ കോൺസ്റ്റിപ്പേഷനും സ്റ്റാഫ്സാഗ്രിയെ സംബന്ധിച്ചോളം ആ ഒരു ഇൻഡിഗ്നേറ്റഡ് ഫീലിങ്ങും എല്ലാം നമുക്ക് മനസ്സിലാവും. നമുക്ക് ആ മെഡിസിൻ കൊടുക്കാൻ പറ്റും. നമുക്ക് മെഡിസിൻ കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ഒരു ദിവസം ഒരു കേസ് വന്നത്, അതായത് അവർക്ക് ഇൻഫെർട്ടിലിറ്റിക്ക് വന്നതാണ്. അപ്പൊ ആ ഈ ഡോട്ടറിലോട് അതിന്റെ മദറിലോ പറഞ്ഞു എന്ന് അതിന്റെ അടിവയർ ഇത്തിരി ഒന്ന് ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ മാർക്ക് ഉണ്ട് അടിവയറിൽ, സ്ട്രെച്ച് മാർക്ക്. അപ്പൊ ഉടനെ പറഞ്ഞു എന്ന്, ഇങ്ങനെ ഈ സ്ട്രെച്ച് മാർക്ക് ഉള്ളപ്പോൾ നിനക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പോ അവർക്ക് ആ ഒരു എന്താ പറയുന്നത്, എങ്ങനെ അങ്ങ് മുഖത്തടിച്ച പോലെ പറഞ്ഞപ്പോൾ, അതും കല്യാണം കഴിഞ്ഞിട്ട് 9 months ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അവര് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടിക്ക് ഭയങ്കര ഇൻഡിഗ്നേറ്റഡ് ഫീലിംഗ് തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ എന്താ പറയുന്നത്, ഒരുതരം ഇൻഡിഫറൻ്റ് ആണ് എല്ലാ കാര്യത്തിലും. ആ ഇവരുടെ ഫെർട്ടൈൽ പീരിയഡിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് പറഞ്ഞു ഒന്നുകിൽ മാറി വെക്കും, അല്ലെങ്കിൽ ലേറ്റ് ആവും, എന്തെങ്കിലും ചെയ്യും. ഇങ്ങനെ ആ ഒരു ഇൻഡിഗ്നേറ്റഡ് ഫീലിംഗ് ഇവരൊക്കെ അങ്ങോട്ട് ഭയങ്കരമായിട്ട് സപ്രഷൻ വന്ന് അവരുടെ എല്ലാ ഇതും ചേഞ്ചായി. ഞാൻ ഇവർക്ക് സ്റ്റാഫ്സാഗ്രിയ CM ആണ് കൊടുത്തത്. സ്റ്റാഫ്സാഗ്രിയ CM ഞാൻ 4 ഡോസ് വീക്കിലി വൺസ് കൊടുത്തു. അവരുടെ ആൾമോസ്റ്റ് എല്ലാ സിംറ്റവും അവർക്ക് കവർ ചെയ്യാൻ പറ്റി. ഒരു തേർഡ് മന്ത് പിന്നെ ഞാൻ ഓർഗൻ മെഡിസിനൊക്കെ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് 3rd month ആയപ്പോഴത്തേക്കും ആ കുട്ടിക്ക് പ്രഗ്നൻസി കിട്ടി. അപ്പൊ സ്റ്റാഫ്സാഗ്രിയയുടെ ഞാൻ പറയാണ്. അപ്പൊ അതേ സമയത്ത് അതേ ഇത് തന്നെ ഓപ്പിയം ആണെങ്കിലോ, ഓപ്പിയം ഇവരെന്ത് പറഞ്ഞാലും ഓപ്പിയം ഉണ്ടായിരിക്കും, എന്തെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വിചാരിക്കും, അല്ലേ? ആ ഒരു ഇതാണ് നമ്മൾ ഓപ്പിയത്തിനെയും ഈ സ്റ്റാഫ്സാഗ്രിയയും നമ്മൾ ഇത് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഉണ്ട് എയിൽമെന്റ് ഫ്രം ഡെത്ത് ഓഫ് പാരന്റ്സ് ഓർ ഫ്രണ്ട്സ്. നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഇഗ്നേഷ്യാണ്. അതേ സമയത്ത് നാട്രമൂറിനും അതുണ്ട്, പക്ഷെ നാട്രമൂർ പ്രകടിപ്പിക്കില്ല. ഇഗ്നേഷ്യ ദീർഘശ്വാസം വിട്ടും എല്ലാം അത് പ്രകടിപ്പിക്കും. അതാണ് ഇഗ്നേഷ്യയും നാട്രമൂറിലുള്ള. അങ്ങനെ ആ ഒരു സ്പെസിഫിക് സിംറ്റം നമുക്ക് കിട്ടിയാൽ അത് നമുക്ക് രണ്ടിനെയും നമുക്ക് കമ്പയർ ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് എയിൽമെന്റ് ഫ്രം ഡിസപ്പോയിന്റഡ് ലവ്. അതിന് നമുക്ക് ഇഗ്നേഷ്യം ഉണ്ട്, നാട്രമൂറും ഉണ്ട്. ഇഗ്നേഷ്യ നമുക്ക് ഇഗ്നേഷ്യയുടെ സിംറ്റം എന്ന് വെച്ചാൽ അപ്പൊ അവര് റിയാക്ട് ചെയ്യും, അപ്പൊ അവര് ഹിസ്റ്റീരിക്കലാവും, എല്ലാവും. നേരെ മറിച്ച് നാട്രമൂർ ആണെങ്കിൽ അത് കൊണ്ട് നടക്കും. അവരത് ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് ഇങ്ങനെ ആരോടും മിണ്ടാതെയും ലോൺലിനെസ് ഇത് ചെയ്യുക ഒക്കെ ചെയ്തിട്ട് അവര് അപ്പൊ നമുക്ക് മനസ്സിലാവും ആ സ്പെസിഫിക് സിംറ്റം. ഇഗ്നേഷ്യയും നാട്രമൂറും നമുക്ക് ചെയ്യാൻ പറ്റും, ഏതാണ് നമുക്ക് നോക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ എയിൽമെന്റ് ഫ്രം സൈറ്റ് ഓഫ് ആൻ ആക്സിഡന്റ്. എൻ്റെ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഞാനത് ഈ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആ കേസ് ഞാൻ പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു IIT-യിലുള്ള കുട്ടി, വർക്ക് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടി ഒരു ദിവസം ബാത്റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ കുട്ടി മുകളിലത്തെ നിലയിൽ, ആ കുട്ടി അവരുടെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് താഴെ ഒരു ഇത് കിട്ടി. മെയിൻ റോഡിന് അടുത്താണ് ഇപ്പോഴുള്ള വീട്. നോക്കിയപ്പോൾ ഒരു സ്കൂട്ടർ ഒരു ലോറിയുടെ പിന്നിൽ ചെന്ന് ഇടിച്ചിട്ട് ആ മനുഷ്യന് അവിടെ മരിച്ചുപോയി, ഭയങ്കര ബ്ലീഡിങ് ആയിട്ട്. ഈ കുട്ടി ടെറസിന്റെ മുകളിൽ നിന്ന് ഇത് കാണുകയാണ്. ഒരു 6-7 കൊല്ലത്തിന് മുമ്പാണ് ഈ കുട്ടി കണ്ടത്. എന്നിട്ട് അപ്പൊ ഞാൻ ഈ കുട്ടി അത് കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് കുറേ സിംറ്റംസ്, പിന്നെ എല്ലാത്തിനും പേടി, ആരോടും മിണ്ടില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ സിംറ്റംസ് എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എയിൽമെന്റ് ഫ്രം സീയിങ് ആൻ ആക്സിഡന്റ് എന്നുള്ളതിൽ ഞാൻ ആ കുട്ടിക്ക് ഞാൻ അന്ന് കൊടുത്തത് ഓപ്പിയമാണ്. അതായത് ഇത്രയും നാള് കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഓപ്പിയം കൊടുത്തത്. ഞാൻ അക്കണേറ്റ് ആണ് അതിൽ വരുന്നത്, ഹയർ പൊട്ടൻസി കൊടുക്കാം. പക്ഷേ ഞാൻ കൊടുത്തത് ഓപ്പിയമാണ്. ഞാൻ വിചാരിച്ചു ഇത്രയും നാളായില്ലേ, അപ്പൊ അതുകൊണ്ട് അക്കണേറ്റ് റീസൺ ഒരു ഇതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ
നമ്മുടെ ഫീൽഡിൽ വരുന്ന ഈ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ബാച്ചിലർ MD ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നതാണ്. ആ ഡോക്ടർ എന്തോ സംസാരിച്ചു വന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു, ഓപ്പിയം അല്ല ഇവിടെ വരുന്ന, അക്കണൈറ്റ് തന്നെയാണ് വരുന്നതെന്ന് പറഞ്ഞു. അക്കണൈറ്റ് 10 ഞാൻ ഒരു 6 ഡോസ് കൊടുത്തു. ആ കുട്ടിയുടെ എല്ലാ കംപ്ലൈന്റും പോയി. ആ കുട്ടി എല്ലാവരെയും ഫേസ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ആ കുട്ടിക്ക് വേറെ ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഒരു 1.5 years ആയിട്ട് വേറെ ഒരു പ്രശ്നമില്ല. ഇടയ്ക്കിടയ്ക്ക് വെറുതെ എന്ന് വിളിക്കും. ഇപ്പൊ ആ കുട്ടി ഹൈദരാബാദിൽ വർക്ക് ചെയ്യാണ്. അപ്പോ അതും ആ സ്പെസിഫിക് സിംറ്റം അല്ലേ നമുക്ക് കണ്ടത്. ഇത് കണ്ടു, ആ ഒരു ആക്സിഡന്റ് കണ്ടു എന്നുള്ള ആ ഒരു ഇത്. ബാക്കിയെല്ലാം നമുക്ക് അതിനോട് കൂടി തന്നെ വരും. ആ ഒരു നമ്മൾ ചോദിക്കുമ്പോൾ ആ ഡിഫറൻസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഓപ്പിയും 10. ഞാൻ ഇങ്ങനെയുള്ളതിനൊക്കെ അറിയാമേ, ഞാൻ ഈ മെന്റൽ ഇതിനെല്ലാം ഞാൻ മിനിമം 10, 1 പോലും അല്ല ഞാൻ ഉപയോഗിക്കുന്നത്, 10 ഉപയോഗിക്കുള്ളൂ. നമ്മുടെ ചാക്ക പറയണ പോലെ എനിക്ക് ഈ 10 കൊടുക്കാൻ ഒട്ടും പേടിയില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. ഇൻഡിക്കേറ്റർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഒരു ധൈര്യമായിട്ട് ഞാൻ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മെന്റൽ എക്സേഷനിൽ നമ്മൾ സാധാരണ നമ്മൾ ഇത് ചെയ്യുന്നത് നാക്സോമിക്കാണ്. പക്ഷെ കാലി അയഡൈഡും ട്യൂബക്കുളിനും ബെസ്റ്റ് മെഡിസിൻ ആണ്. പക്ഷെ കാലി അയഡൈഡ് നോക്കുകയാണെങ്കിൽ അവരെന്ന് വെച്ചാൽ കാലി ഗ്രൂപ്പുകാർ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. പക്ഷെ അവര് ഹോം ഓറിയന്റഡ് ആയിരിക്കും. നേരെ മറിച്ച് നക്സോമിക്ക ഹോം ഓറിയന്റഡ്, ഫാമിലി ഓറിയന്റഡ് ആയിരിക്കില്ല. നക്സോമിക്കയ്ക്ക് എപ്പോഴും ബിസിനസ്സിനെ പറ്റിയും ബ്രയോണിയെ പോലെ ബിസിനസ്സിനെ പറ്റിയും അതെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണം, അതെങ്ങനെ കാശുണ്ടാക്കണം, അങ്ങനെയൊക്കെയുള്ള ചിന്തയായിരിക്കും. നേരെ മറിച്ച് കാലിയാടയുടെ അങ്ങനെയല്ല. കാലിയാടയുടെ ഭാര്യയുടെയും പിള്ളേരുടെയൊക്കെ സുഖ സൗകര്യങ്ങളൊക്കെ നോക്കുന്ന ആ ഒരു ഇതായിരിക്കും അത്. അതേസമയത്ത് ട്യൂബക്കുലിനാണെങ്കിൽ ട്യൂബക്കുലിനും ഇതിലൊന്നും ഇപ്പൊ ഇങ്ങനെ ഈ ഇതൊക്കെ മെന്റൽ എക്സൈഷൻ ഒക്കെ ഉണ്ടെങ്കിലും ദേ ഗെറ്റ് റിലീവ് ബൈ ട്രാവലിംഗ്. അവരിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോകാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. പിന്നെ ഇതൊക്കെ പറയുമ്പോ ഫോളോസ് ഈ എലിമെന്റ് ഫ്രം ആങ്കറില് ഈ മോട്ടിഫിക്കേഷൻ ആണ് അവർക്ക്. അതായത് ഈ അവർക്ക് ഒരുമാതിരി ആമർഷവും അവർക്കത് പ്രകടിപ്പിക്കാൻ പറ്റണില്ല. അത് ഓരോ വേദനയായിട്ടൊക്കെ വരും. അതിന്റെ ശരിക്കുള്ള കാരണം ഈ ആങ്കറിന്റെ ആഫ്റ്റർ എഫക്റ്റ് തന്നെയാണ്. അവിടെ നമുക്ക് വരുന്നത് കോളോസിന്റാണ്. കോളോസിന്റും 10 എല്ലാം ഞാൻ കോളോസിന്റ് കൊടുക്കുമ്പോഴൊക്കെ മാക്ഫോസ് കൊടുക്കാറുണ്ട് കേട്ടോ. അതിന്റെ കൂട്ടത്തില് കോളോസിന്റ് 10 ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും മാക്ഫോസ് 6x ചൂടുവെള്ളത്തിൽ കഴിക്കാൻ പറയും. അവർക്കത് ഒരു റിലീഫും ആയിരിക്കും അത്. പിന്നെ പൊതുവെ നമ്മൾ ആങ്കർ റെമഡീസ് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് കാമോമില, ഹെപ്പാസൾഫ് ഒക്കെയല്ലേ നമുക്കൊരു ആംഗ്രി റെമഡീസ് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മൾ അപ്പൊ ഇതിൽ തന്നെ കാമോമിലയുടെ ഇതെന്ന് വെച്ചാൽ അവരെ ഒന്ന് പാസ്വേ ചെയ്താൽ മതി. അവര് ഒന്ന് ഇപ്പൊ പോട്ടേട്ടോ സാരമില്ല, അറിയാതെ പറ്റിപ്പോയതാ എന്നൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. കാമോമില ക്ഷമിക്കും. പക്ഷെ എപ്പോസൾഫ് ക്ഷമിക്കില്ല. എപ്പോസൾഫ് ഇതൊക്കെ പറഞ്ഞാലും നൈട്രിക് ആസിഡിന്റെ പോലെയാണ്. എന്നാലും നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ അത് എന്ന് കണ്ടു വെച്ചോണ്ടിരിക്കും. അപ്പൊ നമുക്ക് ആ സ്പെസിഫിക് സിംറ്റം നോക്കുമ്പോൾ ഈ കാമോമിലയും എപ്പോസൾഫിനെയും നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആങ്കർ വിത്ത് റെഡ് ഫേസ്, ദേഷ്യം വരുമ്പോഴത്തേക്കും മുഖം അങ്ങോട്ട് ചുമക്കുന്നത് ബെൽഡോണ. അതേസമയത്ത് ഫെറമെറ്റിനും ചുമക്കും. പക്ഷെ ഫെറമെറ്റിന് ദേഷ്യം വരുമ്പോൾ ഫെയിലാവുക ചെയ്യാം മുഖം. ഫെറമെറ്റിന് പൊതുവെ നിസ്സാര കാര്യങ്ങൾക്ക് മുഖം ചുമക്കും. പക്ഷെ ദേഷ്യം വരുമ്പോൾ ഫെറമെറ്റിന്റെ ഫേസ് ഫെയിലാവും. പിന്നെ നാറ്റംപോറിനും ശാസ്ത്രാഗ്രഹിക്കൊക്കെ അതെ കേട്ടോ. ഈ ദേഷ്യം വരുമ്പോ അവരുടെ മുഖമൊക്കെ അങ്ങനെ ഒന്ന് ഫെയിലാവും. പിന്നെ എന്താ പറയണേ, നമ്മള് എന്താ പറയണേ, ചൂട് വരുമ്പോഴത്തേക്കും ഒരുമാതിരി വെപ്രാളം എന്ന് പറയില്ലേ. അപ്പൊ നമ്മൾക്ക് സാധാരണ തോന്നുന്നത് പൾസാറ്റിലെയാണ്. പക്ഷെ പൾസാറ്റിലെക്കാട്ടിലും ആക്ട് ചെയ്യുന്നതാണ് കാലി സൾഫ്. പൾസാറ്റിലേക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് ജനലൊക്കെ തുറന്നിട്ട് വാതിലൊക്കെ അല്ലെങ്കിൽ ഫാനൊക്കെ കൂട്ടിയിട്ടാലും അവർക്കൊരു സുഖമുണ്ട്. അവരൊന്ന് ഇതാവും, ഈ ആംഗ്വിഷ്നെസ് ഒന്ന് മാറും. പക്ഷെ കാലി സൾഫിന് എന്നാലും മാറില്ല. അവർക്ക് ദേ ഫീൽ വെരി ഹോട്ട്. അവർക്ക് ഒരുമാതിരി വെപ്രാളമാണ്.
അവർ ഐസ് എടുത്ത് തലയിൽ വെക്കാനും ഒക്കെ നോക്കും. ഇതില് ഈ അപ്പോൾ അവിടെ പൾസാറ്റിനെക്കാട്ടിലും നമുക്ക് കാലിസൾഫ് കൂടുതൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇരുട്ട് കണ്ടാൽ ഭയങ്കര പേടിയാണ്. അത് പ്രമോണിയം. പ്രമോണിയത്തിന് എപ്പോഴും ലൈറ്റ് വേണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എൻ്റെ ഡിയർ ഫ്രണ്ട്, എല്ലാ മുറിയിലും ലൈറ്റ് ഇട്ടാണ് കിടന്നുറങ്ങുന്നത്. ഞാൻ പറയും എൻ്റെ അതൊന്നും എന്താണ് എൻ്റെ പീനിയ ഗ്ലാൻഡ് വർക്ക് ചെയ്യൂല, അത് കണ്ട് ഉറക്കം ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരത്തി എല്ലാ ട്യൂബ് ലൈറ്റ് വരെ ഇട്ടിട്ട് കിടക്കുള്ളൂ. ഇരുട്ടിനെ അത്ര പേടിയാണ്. പിന്നെ എന്താണ് പിന്നെ ഈ ചിലർക്ക് ഒരു മനസാക്ഷി കുത്തം എന്ന് പറയും നമ്മള്. അത് ശരിയാണോ അല്ലെ അങ്ങനെ ആ ഒരു ഇത് വരുമ്പോ അവർക്ക് നമ്മൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നത് ഓറമെറ്റ്. ഓറമെറ്റിന് ഭയങ്കര കോൺഷ്യസ് ഫീലിംഗ് ആണ്. അത് ശരിയായില്ല, അത് വേണ്ടിയിരുന്നില്ല, അങ്ങനെയുള്ള ആ ഒരു ഫീലിംഗ് വരുമ്പോൾ നമുക്ക് ഓറമെറ്റ് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. പിന്നെ ഈ അവർക്ക് ഈ ആൻസൈറ്റി വരുമ്പോഴേ ആൻസൈറ്റി എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോഴേക്കും, പക്ഷെ അവർക്ക് ഈ ഓറമേറ്റുകാർക്ക് ഇനിയൊരു ഇതുണ്ട്, അവർക്ക് കൺജഷൻ ആയിരിക്കും തലയിൽ. ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ നമ്മളപ്പോൾ കൺജഷൻ വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്നത് ബെല്ലോണി ആയിരിക്കും. പക്ഷെ ബെല്ലോണിയെക്കാട്ടിലും ഓറമെറ്റ് ആയിരിക്കും കുറച്ചും കൂടെ നല്ലോണം ഇത് ചെയ്യുന്നത്. പിന്നെ ആരെ കണ്ടാലും കടിക്കും. ഒരു നമ്മളെ അവര് വേണമെങ്കിൽ തനിയെ തന്നെയും കൈ കടിക്കും. അതാരാന്നറിയാമോ? ബെൽഡോണ. അതൊക്കെ നോക്കുമ്പോൾ ബെൽഡോണെ നമുക്ക് നോക്കുമ്പോൾ അവരുടെ സിംറ്റംസും എല്ലാം നമുക്ക് കാണാൻ പറ്റും. പനിയൊക്കെ കൊണ്ട് കുട്ടികളെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അമ്മമാർ പറയും, ഡോക്ടറെ എടുത്തു കഴിഞ്ഞാൽ തോളിലിങ്ങനെ ഇടുമ്പോഴേക്കും തോളിലിട്ട് കടിക്കുമോ എന്ന് പറയും. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ ഓരോ സിംറ്റംസ് കിട്ടും. അപ്പോൾ നമുക്ക് ബെൽഡോണ കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് ആ പനി മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കാമോമില ഞാൻ പറഞ്ഞു, കാമോമിലയ്ക്ക് ഭയങ്കര ദേഷ്യമാണ്. കാമോമില കുട്ടികളെ എടുത്തുകൊണ്ട് നടന്നാൽ അവർ വേഗം ഇത് ശാന്തരായിക്കോളും. അതേ സമയത്ത് സിനയ്ക്കും ഇതുപോലെ ദേഷ്യമാണ്. കിടന്നിങ്ങനെ ഇത് എടുത്താൽ കുട്ടികളും ഇങ്ങനെ വളഞ്ഞൊക്കെ എടുക്കും. എന്നാലും സിന ചൈൽഡ് എടുത്തോണ്ട് നടന്നാലോ വെളിയിലിറങ്ങിയാലോ ഒന്നും ഇതില്ല. പിന്നെ കാമോമിലെ വെറുതെ ഒന്ന് എടുത്താൽ മതി, കുട്ടി ശാന്തനാവും. അതേ സമയത്ത് പൾസാറ്റിലെ കുട്ടിക്കും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. പക്ഷെ പൾസാറ്റിലെ കുട്ടി എടുത്തിട്ട് വെളിയിൽ ഇറങ്ങി നടക്കണം, അപ്പോഴേ ഉള്ളൂ ആ കുട്ടി ഒന്ന് ശാന്തമാവുള്ളൂ. പിന്നെ എന്താണ് അവേർഷൻ ടു കമ്പനി, ഒരു കൂട്ടുകൂടാൻ ഇഷ്ടമല്ല. അതിന് നമ്മൾ സാധാരണ പറയുന്നത് നാട്രമൂറ. ചിക്യൂട്ടയ്ക്കും അതേ സിംറ്റം ഉണ്ട്. പക്ഷെ ചിക്യൂട്ടയ്ക്ക് ഇനിയൊരു സിംറ്റം എന്ന് വെച്ചാൽ ബേം ട്രബിൾ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് ടെൻഡൻസി അപ്പോപ്ലക്സി, ആ ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ ചിക്യൂട്ട കൂടുതൽ വർക്ക് ചെയ്യും ഇതിനെക്കാട്ടിലും, നാട്രമൂറിനെക്കാട്ടിലും. പിന്നെ ഈ എന്താണ് അവേർഷൻ ടു കമ്പനി എസ്പെഷ്യലി ഡ്യൂറിങ് യൂറിനേഷൻ, അത് നാട്രമൂർ. ഞാനിവിടെ ഒരു കേസ് പ്രസന്റ് ചെയ്തിരുന്നു. ഒരു ഡോക്ടർ, ഒരു ഏജ്ഡ് ഒരു ഡോക്ടറാണ്, അലോപ്പതി ഡോക്ടറാണ്. ആ ഡോക്ടർക്ക് എവിടെയും പോകാൻ പറ്റില്ല. എവിടെ പോകാന്ന് വെച്ചാൽ എവിടെയും പോയിട്ട് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ടോയ്ലറ്റിൽ പോകണമല്ലോ, മൂത്രം ഒഴിക്കാൻ പോകണം. അപ്പൊ ആ മൂത്രം ഒഴിക്കാൻ പോകുമ്പോൾ ആരുടെയെങ്കിലും പ്രസൻസ് അവിടെ ഉണ്ടായാൽ അങ്ങേർക്ക് മൂത്രം പോകില്ല. ആ ഒരു ഇതുകൊണ്ട് അങ്ങേര് യാത്ര ഒഴിവാക്കും. അപ്പോൾ അങ്ങേർക്ക് ഞാൻ നാട്രമൂർ 10 കൊടുത്ത് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങേർക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ഹോസ്പിറ്റലിൽ, വലിയൊരു ഹോസ്പിറ്റൽ നടത്തുന്ന ഇവിടെ കൊടുങ്ങല്ലൂർ ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരു ഡോക്ടറാണ്. ഡോക്ടർ മരിച്ചുപോയി. ആ ഡോക്ടർക്ക് എന്നോട് എപ്പോഴും പറയും, രമയുടെ മരുന്ന് ഉഗ്രനാണ് കേട്ടോ എന്ന് പറയാനുണ്ട്. പിന്നെ ഈ ഇവർക്കൊക്കെ കമ്പനി ഇഷ്ടമല്ല. പക്ഷെ കമ്പനി ഇഷ്ടമുള്ള ഒരാളുണ്ട്, അതാരാന്നറിയാമോ? ഫോസ്ഫറസ്. ഫോസ്ഫറസിന് എപ്പോഴും ആരെങ്കിലും കൂടെ വേണം. എപ്പോഴും ഇങ്ങനെ തൊട്ട് വർത്താനം പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ഇപ്പൊ നമ്മുടെ പേഷ്യൻസ് ആണെങ്കിൽ പോലും നമ്മളുടെ മുമ്പിൽ അവിടെ ഇരിക്കുമ്പോൾ, ഈ ഫോസ്ഫറസ് പേഷ്യൻസിന് ഞാൻ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ, അവരിയ്ക്കുമ്പോൾ ഒന്ന് നമ്മളുടെ ഇങ്ങോട്ട് അടുത്തേക്ക് ഇങ്ങനെ ഒന്ന് ചാഞ്ഞിരിക്കുള്ളൂ. ചാഞ്ഞിരുന്നിട്ട് തൊട്ട് പറയും, ഡോക്ടറെ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളെ തൊടും. നമുക്കൊരു ഇറിറ്റേറ്റഡ് ഫീലിംഗ്, നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ അവരുടെ ആ ഇന്നസെൻസ് നമുക്ക് മനസ്സിലാവും. അവർക്ക് ഞാൻ ഫോസ്ഫറസ് ഡെഫിനിറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇനി ചില കുട്ടികളുണ്ട്, നമുക്ക് സാധാരണ പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ബെറേറ്റ കാർബും ബ്രഹ്മിയൊക്കെയാണ് ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്.
പക്ഷെ നക്സോമിക്ക ഉഗ്രൻ മെഡിസിനാണ്. അവർക്ക് എന്തെങ്കിലും വായിച്ചാലും അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരുടെ തോട്ട്സ് ഒക്കെ ഡിഫറെന്റ് തോട്ട്സ് ആയിരിക്കും. അവർക്ക് നക്സോമിക്ക 10 കൊടുത്തിട്ട് ഈ ബെറേറ്റ കാർബും ഇത് ബ്രഹ്മിയും കാലിഫോസും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ ഉഗ്രനായിട്ട് നല്ലോണം പഠിച്ചോളും. പിന്നെ വാണ്ട് ഓഫ് സെൽഫ് കോൺഫിഡൻസ് ബെറേറ്റ കാർബ് പറഞ്ഞപ്പോഴാണ് അവർക്ക് ഈ ബെറേറ്റ കാർബിന് ഈ കോൺസെൻട്രേഷൻ ഡിഫിക്കൽട്ട് ആവുന്നത് അവർക്ക് കോൺഫിഡൻസ് ഇല്ല. ശരിയാവോ, ഞാൻ പഠിച്ചാൽ ശരിയാവോ, എന്നെ കൊണ്ട് പറ്റൂല എന്നൊക്കെ പറയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ബെറേറ്റ കാർബ് കൊടുക്കാം. പിന്നെ ഈ നമ്മള് എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ പറയും പോട്ടെ സാരമില്ല, എന്താ പറ്റിയെന്ന് പറയുകയാണെങ്കിൽ നാട്രം മോർ പേഷ്യന്റ് ഉടനെ നമ്മളോട് ദേഷ്യപ്പെടും. അതുപോലെ ദേഷ്യപ്പെടുന്ന ഒരു പേഷ്യന്റാണ് സെപ്പിയ. സെപ്പിയയ്ക്കും ഇഷ്ടമല്ല. അവർക്കും നമ്മൾ ആശ്വസിപ്പിച്ച ഭയങ്കര ദേഷ്യമായിരിക്കും. അതേ സമയത്ത് അങ്ങനെ ഈ എന്തെങ്കിലും ഒന്ന് നിസ്സാരം വരുമ്പോഴത്തേക്കും അവരെ ആശ്വസിപ്പിച്ച ഏറ്റവും സന്തോഷിക്കുന്നത് ആരാന്നറിയാമോ? പൾസാറ്റില്ല. അവർക്ക് ഒന്നും വേണ്ട, നമ്മളൊന്ന് ആശ്വസിപ്പിച്ചാൽ എന്തൊരു സന്തോഷമാണ്. നമ്മളോട് പിന്നെ അതിനെപ്പറ്റി പറഞ്ഞ് ഒന്നും കൂടിയൊക്കെ നമ്മളിങ്ങനെ പോട്ടെ സാരമില്ല എന്തൊക്കെ നടക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അവർക്ക് അങ്ങോട്ട് കരച്ചിലും ബഹളവും എല്ലാം ആവും. അവരാ സന്തോഷം കൊണ്ടാണ് ആ കരയണത് അത് ചെയ്യുന്നത്. അത് പൾസാറ്റില്ല. പിന്നെ ഈ നമ്മുടെ ഇതില് നല്ല ഓൾറൈറ്റ് ആയിരിക്കും, വളരെ ഹെൽത്തി ഒക്കെയാണ്. പക്ഷെ അവര് പറയുന്നത് അവര് ആരോഗ്യമില്ല, എനിക്ക് ആരോഗ്യമില്ല, ഐ ആം സിക്ക്, എനിക്ക് ഒന്നും വയ്യ ഡോക്ടറെ, എനിക്കൊരു സുഖമില്ല എന്ന് പറയും. അതാരാന്നറിയോ? സബഡില്ല. സബഡില്ലയ്ക്ക് എപ്പോഴും ഒരു സിക്ക് ഫീലിംഗാ. അതേ സമയത്ത് ആർണിക്ക ആണെങ്കിൽ എത്ര സിക്ക് ആണെങ്കിൽ പോലും അവര് പറയുന്നത് ഞാൻ ഓൾറൈറ്റാ ഡോക്ടറെ, കുഴപ്പമില്ല, എനിക്കൊന്നുമില്ല എന്ന് പറയും ആർണിക്ക. അതേ സമയത്ത് സബഡില്ല ഒന്നും നമുക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അവര് ഭയങ്കര രോഗം അഭിനയിക്കലായിരിക്കും. പിന്നെ നമുക്കറിയാലോ അല്ലെ, പ്രീ സെന്റിമെന്റ് ഓഫ് ഈ ഡെത്ത്. അവർക്ക് എനിക്ക് മരണം വരാൻ പോവാണ്, വേണമെങ്കിൽ സമയം പോലും പറഞ്ഞു കളയും. ഞാൻ ഇന്ന ദിവസം ഇത്ര മണിക്ക് ഞാൻ മരിക്കും എന്നൊക്കെ പറഞ്ഞു വരും. അത് അക്കണൈറ്റ്. ഇങ്ങനെയൊക്കെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റം കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ വേറെ എന്തിനെ പറ്റിയെങ്കിലും ആലോചിക്കുമോ? അതുകൊണ്ടാണ് ഞാൻ ഈ ആ ഡോക്ടറൊന്ന് എതിർക്കാഞ്ഞത്. കാരണം എനിക്കിതിലൊക്കെ ഫലം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനെങ്ങനെയാ ഡോക്ടർ പറയുന്നത് കേൾക്കുന്നത്? എന്തായാലും നിങ്ങളോടൊന്നെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങളോടൊക്കെ പറയണത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരുമാതിരി ലഹരി പിടിച്ച പോലെ നമ്മളോട് ഒരു ഡെലൂഷൻ, നമ്മളോട് ഇങ്ങനെ ഓരോന്ന് വർത്താനം പറയും. ഒരു സബ്ജക്റ്റിനെ പറ്റി ഒന്നല്ല, വെറുതെ ഇമാജിനേഷനും അതും ഇതൊക്കെ പറയും. അപ്പൊ നമുക്ക് ആദ്യം ഓടിയെത്തുന്നത് കന്നാബിസ് ഇൻഡിക്കയല്ലേ? ശരിക്കും അതിന്റെ സിംറ്റംസും അത് തന്നെയല്ലേ? അവർക്ക് ഇല്ലാത്തതൊക്കെ ഉണ്ടെന്ന് പറയും, ഉള്ളതൊന്നും ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം പറഞ്ഞാൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോ കന്നാബിസ് ഇൻഡിക്ക. അപ്പൊ നമുക്ക് അത് നോക്കുമ്പോഴത്തേക്കും ഈ കന്നാബിസ് ഇൻഡിക്ക നമ്മുടെ മനസ്സിൽ വരുമ്പോഴത്തേക്കും ഈ ചില അഡീഷണൽ സിംറ്റംസ് എല്ലാം നമുക്ക് കിട്ടും. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ അത് ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാല് ഞാൻ എങ്ങനെയെങ്കിലും അവരെ വലിച്ച ആ സിംറ്റത്തിലേക്ക് കൊണ്ടുവരും കേട്ടോ. അറ്റ്ലീസ്റ്റ് എന്റെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും. പിന്നെ നോ ഡിസയർ ടു ലിവ് ബട്ട് ലാക്ക് കറേജ് ടു കമ്മിറ്റ് സൂയിസൈഡ്. നമ്മൾ സാധാരണ ഇതെന്താ ചെയ്യുന്നത്? ഓർമെറ്റാണ് വിചാരിക്കുന്നത് അല്ലേ? പക്ഷെ ഈ ഓർമെറ്റിനെക്കാട്ടിലും നല്ല അസലൊരു മെഡിസിൻ ഉണ്ട്, സിങ്കോണ ഹയർ പൊട്ടൻസി കൊടുത്തു കഴിഞ്ഞിട്ട് ഞാനൊരു പേഷ്യന്റിന് കൊടുത്തിട്ടുണ്ട്. അവര് എപ്പോഴും അവർക്ക് ജീവിക്കാൻ ഇഷ്ടമില്ല. പക്ഷെ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഒരു സുഖമില്ല ഡോക്ടറെ എൻ്റെ ജീവിതത്തിൽ. എന്നാൽ അവരെ നോക്കുമ്പോൾ ഞാൻ അവർക്ക് ഒരു സൗന്ദര്യമുണ്ട്, നല്ലൊരു 2 മക്കളുണ്ട്, 2 ആൺകുട്ടികള്. അവരാണെങ്കിൽ നല്ലോണം, ഹസ്ബൻഡ് മരിച്ചുപോയി, എന്നാലും ഇവരെ നല്ലോണമൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ ഇവരെപ്പോഴും പറയുന്നത് എനിക്ക് ഒരു ഇതുമില്ല. ഞാൻ ഇവർക്ക് ഓറമേറ്റ് കൊടുത്ത് അവസാനം എനിക്ക് പേടിയായി തുടങ്ങി. ഇവർ ഓറമേറ്റ് പ്രൂവ് ചെയ്ത് എങ്ങാനും തൂക്കിട്ടാവുകയോ എന്തെങ്കിലും ചെയ്യുമോ എന്ന് പേടിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അമ്പാടിയൻ മെത്തേഡാണ് ഈ പറയുന്നത്. ഇതൊക്കെ ഞാൻ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കണേ കേട്ടോ. എന്നിട്ട് അത് സിങ്കോണ കൊടുക്കാൻ ആരാണ്ടോ പറഞ്ഞു.
എന്നോട്. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു ഇത് ആ ആ ഒരു എന്താ പറയുന്നത്, അവരെപ്പോഴും പറയുന്നത് അവർ അൺഹാപ്പിയാ. അവർക്ക് എന്തൊക്കെ ഉണ്ടായിട്ടും അവര് ഇതിൽ ഒരു സുഖമില്ല അവർക്കില്ല എന്ന് പറയുന്നത്. അതേ സമയത്ത് അവർക്ക് വേറൊരു ഫീലിംഗ്, വേറൊരു ഇത് ഞാൻ നോക്കിയതെന്ന് വെച്ചാല് അവരെപ്പോഴും പിള്ളേരെ അവരെ എങ്ങനെയെങ്കിലും ഒന്ന് ഹർട്ട് ചെയ്യാൻ നോക്കും. ആ കുട്ടികളാണെങ്കിൽ അച്ഛനില്ല, അപ്പൊ അമ്മയെ ഒരു വിധത്തിലും വിഷമിപ്പിക്കരുതെന്ന് വിചാരിച്ചിട്ട് കുട്ടികൾ വളരെ നല്ല പിള്ളേരാണ്. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. എന്നാലും അവര് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ പിള്ളേരെ ഇങ്ങനെ ഈ വേദനിപ്പിക്കുമായിരുന്നു. ആ സിങ്കോണ ഹയർ പൊട്ടൻസിയാണ് ഞാൻ കൊടുത്തത്. ആ കൊടുത്തോടുകൂടി ഇവരുടെ എല്ലാ സ്വഭാവം മാറി. ആ പിള്ളേര് എൻ്റെ അടുത്ത് പറയും, ഡോക്ടർ ആന്റി ഞങ്ങൾക്കിപ്പോ എന്ത് ചെയ്താലും ഞങ്ങൾക്ക് ഒരു ഇതുമില്ല, അമ്മ ഞങ്ങളെ കുറ്റപ്പെടുത്തണില്ലെന്ന് പറയും. മറ്റേത് അങ്ങനെയല്ല, വെറുതെ എങ്കിലും ഒരു അവരെ കുറ്റപ്പെടുത്താനുള്ള അവരെ ഒന്ന് വിഷമിപ്പിക്കാൻ ഉള്ള ഒരു ടെൻഡൻസി ഇവർക്കുണ്ടായിരുന്നു. അത് സിങ്കോണ കൊണ്ട് മാറി. പിന്നെന്താ, ആ ഈ ക്ലൈമാറ്റിക് പീരിയഡ് ആകുമ്പോൾ അവർക്ക് ഒരു 50s ഒക്കെ ആകുമ്പോൾ അവർക്ക് എപ്പോഴും തലചുറ്റ് വരുമ്പോഴത്തേക്കും അവർ പിന്നെ രണ്ടാമത് അഫ്കോഴ്സ് അവർക്ക് ഫ്രീക്വന്റ് ആയിട്ടും അതുപോലെ തന്നെ പ്രൊഫ്യൂസ് മെൻസ്ട്രേഷൻ ആയിരിക്കും. എന്നാലും അപ്പൊ ഞാൻ അവിടെ സിങ്കോണയൊക്കെ കൊടുത്തിട്ടുണ്ട്. സിങ്കോണ കൊടുത്തിട്ടുണ്ട്, പ്രിയോസോട്ട് കൊടുത്തിട്ടുണ്ട്, കാസിയോസൊപ്പോറ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും ഒരു അനക്കവും ഇല്ലായിരുന്നു. അതേ സമയത്ത് അവർക്ക് യൂസ്റ്റിലാഗോ ടീച്ചർ കൊടുത്തിട്ട് ടീച്ചർ മുതൽ ഒരു 200 വരെ കൊടുത്തപ്പോഴത്തേക്കും അവരുടെ ആ വ്യക്തിത്വം മാറി. അപ്പൊ എനിക്ക് തോന്നാറുണ്ടായിരുന്നു, ബ്ലഡ് ഹീമോഗ്ലോബിൻ ഒക്കെ ഞാൻ നോക്കി അപ്പോഴെല്ലാം അതിൽ നോർമലായിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയിരുന്നു ഇവര് വെറുതെ പറയണായിരിക്കും, ഈ മെനോപോസൽ സിംറ്റം ആയിരിക്കും അവർക്ക് എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ യൂസ്റ്റിലാഗോ കൊടുത്തപ്പോൾ അവർക്ക് അത് ആ ഗഡിനെസ് മാറി. പിന്നെ അതുപോലെ തന്നെ ഈ നിസ്കരിക്കുമ്പോ തലചുറ്റും എന്ന് പറയും. അതിന് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഇവിടെ എനിക്ക് കുറച്ച് എൻ്റെ പേഷ്യൻസ് ഇങ്ങനെയുള്ളവരുണ്ട്. അവർക്ക് ഞാൻ സ്പെസിഫിക് ആയിട്ട് ഞാൻ കൊടുക്കുന്നത് കോണിയം 10 2 ഡോസും അൽഫാൽഫ ടിഞ്ചറും കോക്കുലസും ആണ്. കോക്കുലസ് 200 ഇത് കൊടുത്തപ്പോൾ അവർക്ക് എത്രയോ നാളായിട്ടുണ്ടായിരുന്ന ആ ഒരു ഇത് അവരുടെ മാറിയിട്ടുണ്ട്. പിന്നെന്താ, ഈ ചായ കുടിച്ചാൽ തലചുറ്റും അങ്ങനെ പറയുന്നവർക്ക് ഞാൻ കൊടുക്കുന്നത് നാട്രമൂറും സെപ്പിയാണ്. അത് തൂജിയാണ് അതിന് ഞാൻ പഠിച്ചു വച്ചിരുന്നത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇഫക്റ്റ് കിട്ടിയില്ല. അവസാനം ഇതൊക്കെ ഞാൻ പറയുന്നത് ആരെങ്കിലും പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ വായിച്ചതായിരിക്കും. എൻ്റെ മോളും പറയും വായിക്കുകയാണെങ്കിൽ ആ വായിച്ച റെഫറൻസ് ഒന്ന് എഴുതി വെക്കണമെന്ന്. അങ്ങനെയുള്ള ഒരു സ്വഭാവം എനിക്കില്ല. ഞാൻ വായിച്ചത് എനിക്ക് കിട്ടിയാൽ അത് റിസൾട്ടും കൂടി കിട്ടുകയാണെങ്കിൽ ഞാനത് എഴുതി വയ്ക്കും. പക്ഷെ ഫ്രം വേർ ഐ ഗോട്ട് ഇറ്റ് അത് ഞാൻ എഴുതാൻ മറന്നുപോകും. ഇനി എന്തായാലും ഇന്നും വിചാരിച്ചു ഇതൊക്കെ എഴുതി വെക്കണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാലും എങ്ങനെയാണ് ജാത്തിയുള്ളത് തൂത്താ പോവില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ കേട്ടോ. അതുപോലെ തന്നെ ഈ അവര് ചായ കുടിക്കുമ്പോൾ ചിലർ പറയും എനിക്ക് ചായ അങ്ങോട്ട് കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ വയറ്റിൽ ഒന്നുമില്ല എന്ന് ഡോക്ടറെ എന്ന് തോന്നും. ആൾഗോൺ സെൻസേഷൻ. അപ്പൊ ഈ ആൾഗോൺ സെൻസേഷൻ നമ്മളിങ്ങനെ വയറിൽ ഒന്നുമില്ലെന്ന് തോന്നുമ്പോൾ നമുക്ക് ആദ്യം ഓടി എത്തുന്നത് സെപ്പിയാണ്. പക്ഷെ സെപ്പിയയ്ക്ക് ടീ ഇഷ്ടമാണ്, അവർക്ക് അങ്ങനെയുള്ള ഇതൊക്കെ വലിയ ഇഷ്ടമാണ്. അപ്പൊ സെപ്പിയല്ല, അവിടെ വരുന്നത് പൾസാറ്റില. നല്ല മെഡിസിൻ ആണ് കേട്ടോ. പിന്നെ ഈ headache of scientists and students due to too close on application of concentrated attention. അവരെങ്ങനെ ചിന്തിച്ച് കൂടുതൽ ഇങ്ങനെ ഇത് വരുമ്പോൾ നമ്മൾ സാധാരണ കൊടുക്കുന്നത് കാലിഫോസ് ഒക്കെയല്ലേ. പക്ഷെ അതിനെക്കാട്ടിലും ഇത് വരുന്നത് സബഡില്ല ഹയർ പൊട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ആ കൂടുതൽ ഇങ്ങനെ ഇതില് തീസിസ് ഒക്കെ എഴുതുന്ന കുട്ടികൾക്കൊക്കെ അവരൊക്കെ പറയാറുണ്ട്. ഞാൻ അവർക്കൊക്കെ കാലിഫോസ് 6X ഞാൻ പിന്നെ ബ്രെയിൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു ഇതുണ്ട്, എന്താണ് പേറ്റന്റ് ഉണ്ട്. ആ ബ്രെയിനും ഈ കാലിഫോസും ആണ് ഞാൻ കൊടുക്കാറുള്ളത്. പക്ഷെ ഈ സബഡില്ല എവിടെയോ ഒന്ന് കിട്ടിയിട്ട് ഞാൻ സബഡില്ല 10 2 ഡോസ് കൊടുക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു തലവേദനയില്ല. തലവേദന എന്ന് വെച്ചാൽ അവര് പറയുന്നത് തലവേദനയില്ല, അവരിങ്ങനെ കാണിച്ചിട്ട് ഡോക്ടറെ ഇങ്ങനെ എനിക്ക് തലയിൽ എന്തോ നിറഞ്ഞിരിക്കണ പോലെ തോന്നുന്നു എന്നാ പറയണേ. അത് സബഡില്ല കൊണ്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഇത് ഇവര് തല ഇങ്ങനെ മുഴുവൻ പറയും.
ഈ പിക്രിക് ആസിഡിനുള്ള ഒരു ഇതാന്ന് വെച്ചാൽ അവർക്ക് ഈ ഓക്സിപിറ്റൽ റീജിയനിലാണ് അവരെന്തെങ്കിലും ഇങ്ങനെ ഒരു മെന്റൽ എക്സേർഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിക്രിക് ഇതില് ഓക്സിപിറ്റൽ ഹെഡേക്ക് വരും. അവർക്ക് പിക്രിക് ആസിഡ് നല്ല നല്ല ഇതാണ്. പിന്നെ ഈ ഓക്സിപിറ്റൽ ഹെഡേക്കിന് റേഡിയം ബ്രോം നല്ലതാണ് കേട്ടോ. അത് വേറെ ഒരു സിംറ്റം ഇല്ലെങ്കിൽ, വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ റേഡിയം ബ്രോം നമുക്കൊന്ന് കൊടുത്തു നോക്കാം. അത് നല്ലതാണ്. നക്സോമിക്ക് നല്ലതാണ്. റേഡിയം ബ്രോം ആണ് ഇത്രയും കൂടി നക്സോമിക്കെക്കാട്ടിലും എനിക്ക് ഇത് വന്നത്. പിന്നെ ഈ ഞാൻ യൂസ്ലാഗോന്റെ കാര്യം പറഞ്ഞില്ലേ, അവർക്ക് ഈ നെർവസ് ഹെഡേക്ക് ആയിരുന്നു. ഈ ഇതിലെ മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് കൊണ്ട് അവർക്ക് പ്രൊഫ്യൂസ് ബ്ലീഡിംഗ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ടായിരുന്നു അന്ന് ആ യൂസ്ലാഗോ അവിടെ വർക്ക് ചെയ്തത്. ഈ തല ഇങ്ങനെ പൊലിച്ചാല് അവർക്ക് ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവും തലയില്. അതിന് റെട്ടാനിയ നല്ല മെഡിസിനാ. അത് പതക്കിന്നാണ് എനിക്ക് കിട്ടിയത്. അത് എൻ്റെ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഞാൻ പല മെഡിസിൻ കൊടുത്തിട്ടും മാറിയില്ല. അവസാനം ഈ റെട്ടാനിയ ഞാൻ കൊടുത്തത്. അവർക്ക് പൈൽസിന്റെ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ റെട്ടാനിയ കൊടുത്തത്. റെട്ടാനിയ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുടെ ഈ സിംറ്റവും മാറി കിട്ടി. റെട്ടാനിയ ഞാൻ ആദ്യം കൊടുത്തത്, പൈൽസിന് കൊടുത്തത് ടിഞ്ചറാണ്. ടിഞ്ചർ കൊടുത്തപ്പോൾ അവര് ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ, ഡോക്ടറെ എനിക്ക് ആ തലയിൽ ഒരു ഭയങ്കര ഭാരം പോലെ തോന്നിയിരുന്നു, അത് ഇല്ലാന്ന് പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഹെഡ് ടു രക്തമാണല്ലോ നമ്മുടെ ശരീരത്തിന്റെ പ്രകൃതി. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തായിരിക്കും എന്നാ വിചാരിച്ചത്. പക്ഷെ 30 കൊടുത്തപ്പോഴത്തേക്കും അവരുടെ ഹെഡേക്ക് നല്ലോണം മാറി. തലയിൽ ഒരു ഭാരം കയറ്റി വെച്ച പോലെയുള്ള തോന്നല്. അവർക്ക് അത് പ്രത്യേകിച്ച് നെറിയല്. ഇങ്ങനെ അവർ പറയും, നെറിയൽ ഇങ്ങനെ ഒരു ഭാരം കയറ്റി വെച്ച പോലെ തോന്നുന്നുണ്ട് ഡോക്ടറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് കാക്ടസ്. അതേ സമയത്ത് അവിടെ വല്ല പ്രഷറായിട്ട് തോന്നണു, അവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ എന്തോ ഒരു പ്രഷർ തോന്നണു ഡോക്ടർ എന്ന് പറഞ്ഞാൽ മെനിയാന്തസ്. കാക്ടസ് 200, മെനിയാന്തസ് 30 ഞാൻ കൊടുത്തേക്കണത്. ആ പ്രഷർ അവർക്ക് അങ്ങനെ ഇങ്ങനെ ഇത് തോന്നും. അവർ ആ മെനിയാന്തസിനെ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അവർക്ക് ആ സെൻസേഷൻ മാറുകയും ചെയ്യും. അവർക്കത് സുഖവുമാണ് ആ ഫീലിങ്. പിന്നെ ഡിന്നർ അവർ കഴിഞ്ഞാൽ ഉടനെ തലവേദന വരുന്ന ഇതറിയാലോ അല്ലെ. ആഴ്സനിക്, കാക്ടസ്, ലാക്ടസിസ്, ലൈക്കോപോഡിയം എല്ലാം. ലൈക്കോപോഡിയത്തിന് എപ്പോഴത്തെ ഫുഡ് ഡിന്നർ മാത്രമല്ല, ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും ലഞ്ച് സ്കിപ്പ് ചെയ്താലും ഈവനിങ് ടീ സ്കിപ്പ് ചെയ്താലും ഒക്കെ ലൈക്കോപോഡിയത്തിന്. ഞങ്ങൾ ഇന്നാള് ഇവിടെ ഒരു ഇതിന് പോയി. അപ്പൊ ചിലര് പറയും ടീയുടെ സമയമാകുമ്പോൾ ഞങ്ങൾ ചിലപ്പോൾ യാത്രയിലായിരിക്കും. ഒരു തലവേദന എടുത്തിട്ടല്ലേ, എനിക്കൊരു ചായ കുടിച്ചാൽ മതി, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യാന്ന്. അപ്പൊ ഞാൻ മനസ്സിൽ ഓർക്കും ലൈക്കോപ്പൊടിയും കൂടി കൊണ്ടുവരായിരുന്നു ഇവർക്ക് കൊടുക്കാനെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്. എന്തെങ്കിലും ആ റുട്ടീൻ ആയിട്ടുള്ള കഴിക്കുന്ന എന്തെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്താൽ അവർക്ക് ഉടനെ തലവേദന വരും. ആഴ്സനിക്, കാക്ടസ്, ലാക്ടസിസ്, ലൈക്കോപോഡിയം. ആ ഡിന്നർ അവർ ഇത് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ആ ഒരു ഇത് വരുന്നത്. പിന്നെ ട്രീറ്റിംഗേഴ്സ് ഹെഡേക്കില് സെലേനിയം നല്ല മെഡിസിൻ ആണ് കേട്ടോ. സെലേനിയം ടീ ഡ്രിങ്കിങ്, ഹെഡേക്ക് ഫ്രം ടീ ഡ്രിങ്കിങ്. ടീ ഡ്രിങ്കിങ് മാത്രമല്ല, ഇതെനിക്ക് ഞാൻ കൊടുത്തത് ഒരു ടീ ടേസ്റ്റർ ഉണ്ട് ഇവിടെ. എനിക്ക് എൻ്റെ ഒരു പേഷ്യന്റ്, അവര് വേറെ ഒന്നും കഴിക്കില്ല. ഒരു ഭയങ്കര ഇതാണ്, അവരുടെ നാക്കിന് ഇത് പോകുന്നുമുണ്ട്. അപ്പൊ അവർക്ക് എന്നിട്ട് അവര് പറയുന്നത് ഒരാഴ്ചയൊക്കെയാണ് അവര് ഇതിനു വേണ്ടിയിട്ട് മൂന്നാറിൽ പോകുന്നത്. ആ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര തലവേദനയാണ്. അതിന് സെലേനിയം ഞാൻ കൊടുത്തത് തലവേദനയ്ക്കല്ല, അവർക്ക് അയാൾക്ക് കുറച്ച് സെക്ഷൽ കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയാണ് ഞാൻ സെലേനിയം കൊടുത്തത്. പക്ഷെ അയാളുടെ ഈ അസുഖവും മാറിക്കിട്ടി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് എവിടെയെങ്ങാണ്ടോ ഞാൻ ഇത് വായിച്ചു. അപ്പൊ ഞാൻ എന്നെ തന്നെ പാറ്റ് ചെയ്തു. കൊള്ളാട്ടാ.
ഈ ഇതിലെ ബ്രെയിനിലെ കൺജഷൻ വരുമ്പോൾ നമുക്ക് എപ്പിസും കൊടുക്കാം, ബെൽഡോണയും കൊടുക്കാം. എപ്പിസ് കൊടുക്കുകയാണെങ്കിൽ അല്ല, ബെൽഡോൺ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ദേഷ്യവും എല്ലാം ആയിരിക്കും. അതേ സമയത്ത് ഈ എന്താ പറയണേ, ബെൽഡോണിക്കാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇത് വയലന്റ് ദേഷ്യം. അതേസമയത്ത് എപ്പിസിനാണെങ്കിൽ അവർ കരയും, ഒരുതരം ഓ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കരത്തിൽ കരയുകയാണെങ്കിൽ അവർക്ക് എപ്പിസും, ദേഷ്യം വരുമെന്ന് പറയുകയാണെങ്കിൽ ബെൽഡോണി. കൺജഷൻ വരുമ്പോ നമ്മുടെ എന്താ പറയണേ, ഹെലിബറസ്, കുപ്രമെറ്റ്, ഇതിനൊക്കെ ഈ കൺജഷൻ ഉണ്ട് കേട്ടോ. കുപ്രമെറ്റ്, പ്രയോണിയയ്ക്കും ഉണ്ട്. പ്രയോണിയയ്ക്ക് എന്താണ് തലയുടെ ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് വേദന വരണ പോലെ തോന്നും. അങ്ങനെ അത് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കണേ. അതുപോലെ ക്രസ്റ്റാലാക്റ്റിയ, ഈ നമ്മുടെ തലയിൽ ഇങ്ങനെ ഒരു ഇതില്ലേ, അതിന് കൽക്കേരിയ കാർബ്, റസ്റ്റോക്സ്, വയോള ട്രൈക്കോളർ, ഇത് മൂന്നും വളരെ നല്ല മെഡിസിൻസാണ്. പിന്നെ എന്തോ ക്രസ്റ്റാലാക്റ്റിയ, കൽക്കേരിയ കാർബ്, ക്രസ്റ്റാലാക്റ്റിയ, കൽക്കേരിയ കാർബ്, റസ്റ്റോക്സ്, വയോള ട്രൈക്കോളർ. പിന്നെ ഡാൻഡ്രഫിന് ഞാൻ കൊടുക്കുന്ന ഒരു മെഡിസിൻ ഉണ്ട്, ഹിജ്, അതായത് HIJ-യും പിന്നെ ABC-യും. അത് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് കേട്ടോ. അത് ഹൈഡ്രോകോട്ടയില്, അയോഡം, ജബോറാൻഡി. ഒന്ന് അതാണ് H ഹൈഡ്രോകോട്ടയില്, മറ്റേ I അയോഡം, J ജബോറാൻഡി. പിന്നെ ABC ആർണിക്ക, ബാഡിയാഗ, കോക്ലേരിയ. ഇത് ഭാഗ്യലക്ഷ്മി പറഞ്ഞു തന്നെ എനിക്ക്, വിത്ത് കോക്കനട്ട് ഓയിൽ. ബാഡിയാഗ, കോക്ലേരിയ. HIG, ABC, പിന്നെ ഉള്ളത് VJ, വിൻകാമൈനോർ ആൻഡ് ജബോറാൻഡി. ഇത് നമുക്ക് ഭയങ്കര ഈ ഡാൻഡ്രഫ് നമുക്കൊരു വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അത് നമുക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം മാറുന്നുണ്ട്. പിന്നെ ഇതൊന്നും പറ്റിയില്ലെങ്കിൽ എച്ചനേഷ്യ ടിഞ്ചർ അപ്ലൈ ചെയ്യാൻ അങ്ങ് കൊടുത്തേക്കണം, ഉള്ളിൽ കൊടുക്കുന്ന പോലെ. അനിമ പറയുന്നുണ്ടല്ലോ, ഉള്ളിൽ കൊടുക്കുന്ന മെഡിസിൻ സ്പെസിഫിക് ആണെങ്കിൽ നമുക്ക് വെളിയിലും തേക്കാന്ന് പറയുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് മനസാക്ഷി കുത്തില്ലാതെ ഇത് ഈ ഓറമെറ്റ് കോൺഷ്യസ് എന്ന പോലെ പിക്ക് ചെയ്യാതെ നമുക്ക് കൊടുക്കാം അല്ലേ. പിന്നെ അതുപോലെ തന്നെ ചില കുട്ടികളുണ്ടല്ലോ, കിടത്തി കഴിഞ്ഞാൽ തല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ പൊക്കും. ഇങ്ങനെ ഇങ്ങനെ കിടത്തിയാൽ ആ കുട്ടികൾ വെറുതെ തല പൊക്കി പിന്നെ ഇങ്ങനെ തല വയ്ക്കും. അവർക്ക് സ്ട്രമോണിയം. എൻ്റെ ഒരു കസിൻ കുട്ടിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു. അതിന് സ്ട്രമോണിയം കൊടുത്തപ്പോൾ മാറിയത്. ആ കുട്ടിക്ക് ഇരുട്ട് ഭയങ്കര പേടിയാണ്, ലൈറ്റ് എപ്പോഴും ലൈറ്റ് ഇട്ട് കിടക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊടുത്തത്. പക്ഷെ അപ്പോൾ ആ കുട്ടിയുടെ ഈ സ്വഭാവം മാറി. ആ കൊച്ചു കിടന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ തല പൊക്കുമായിരുന്നു. പിന്നെ ഈ ഫ്രോണ്ടൽ റീജിയനിൽ ഭയങ്കര തലവേദനയായിരിക്കും. പക്ഷെ ഒന്ന് എസ്പെഷ്യലി ഇൻ ദ ഈവനിങ് അതുപോലെ തന്നെ ലെഫ്റ്റ് ഐയുടെ മേളിലായിരിക്കും അവർക്ക് ആ വേദന തോന്നുന്നത്. അത് അവർക്ക് ഒരു ചെറിയൊരു സ്ലീപ്പ്, ഒരു ഷോർട്ട് സ്ലീപ്പ് മതി, അവർക്ക് മാറും. അത് സ്കെയ്റ്റോളം, SKATOLUM. അത് 3X ആണ് ഞാൻ കൊടുത്തത്. പിന്നെ ഐസ്ട്രെയിനിന് നമ്മൾ കൊടുക്കുന്നത് റൂട്ടയാണല്ലോ അല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കൊടുക്കുന്നത് റൂട്ടയാണ്. പിന്നെ ഇതിന് ഇൻട്രാ ഓക്കുലർ ഹെമറേജിന് നമ്മൾ സാധാരണ കൊടുക്കുന്നത് ഹമാമിലിസോ ഒക്കെ ആയിരിക്കും. പക്ഷെ ആർണിക്കയും കലണ്ടുലയും ഈ ഹെമാമിലിസിനെക്കാട്ടിൽ നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. ആർണിക്കയും കലണ്ടുലയും ഇന്റേണല്.
അധികം അവർ വരാറില്ലേ, ഇവര് കണ്ണിങ്ങനെ ബ്ലഡ് വന്നിരിക്കണു ഡോക്ടറെ. നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് വെൽഡോണയും ആർണിക്കൊക്കെയാണ് അല്ലേ, പക്ഷെ അല്ല ഹെമാമിലിസും ഒക്കെയാണ്. പക്ഷെ ആർണിക്കയും കാലൻഡുലയും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ. പിന്നെ ഈ എക്യുസെറ്റം നമ്മൾ കൊടുക്കുമ്പോൾ അത് പച്ചവെള്ളത്തിൽ കൊടുക്കാതെ ഹോട്ട് വാട്ടറിൽ കൊടുക്കാൻ പറയണം. നമ്മുടെ അവേന സറ്റൈവ കൊടുക്കുന്ന പോലെ എക്യുസെറ്റം ഹോട്ട് വാട്ടറിൽ കൊടുക്കാൻ പറഞ്ഞാൽ കുറച്ചും കൂടി നല്ലോണം അത് വർക്ക് ചെയ്യും. എക്യുസെറ്റം ടിഞ്ചർ നമ്മൾ കൊടുക്കില്ലേ, യൂറിനറി കംപ്ലൈന്റിന് നമ്മൾ കൊടുക്കുമല്ലോ, അത് ഹോട്ട് വാട്ടറിൽ കഴിക്കാൻ പറയണം. നോട്ട് വാം വാട്ടർ, ഹോട്ട് ആയിരിക്കണം. ഇപ്പൊ നമ്മൾ അവേന സറ്റൈവ കൊടുക്കുമ്പോൾ വളരെ ഹോട്ടായിട്ടുള്ള വെള്ളത്തിലല്ലേ നമ്മൾ കഴിക്കാൻ പറയുന്നത്. അതുപോലെ തന്നെ അവേന സറ്റൈവ കൊടുക്കുമ്പോൾ നമ്മൾ നല്ല തിളച്ച വെള്ളത്തിൽ ഒഴിച്ചിട്ട് ആറ്റി കുടിക്കാൻ പറയും. അതുപോലെ തന്നെ എക്യുസെറ്റം ഇതില് ഹോട്ട് വാട്ടറിലാണ് കൂടുതൽ ഇത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. പിന്നെ ജയലളിത ഗ്ലോണൈൻ പറയുന്നുണ്ട്. അത് ജയലളിത എന്തിനാ ഉദ്ദേശിക്കുന്നത്? ഇൻട്രാ-ഓക്കുലർ ഹെമറേജിനായിരിക്കും. ഒന്ന് ആനലൈസ് ചെയ്ത നല്ല അവസാനം ചോദിക്കാം. ചെവിയുടെ ഉള്ളിൽ ബോയിൽസ് വരികയാണെങ്കിൽ പിക്രിക് ആസിഡ്. ഇഞ്ചുറി ഒക്കെ വന്നിട്ട്, ഞാനിപ്പോ ഇതിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയണേ, ഇഞ്ചുറി ടു ഹെഡ് ഒക്കെ വന്നിട്ട് കുറേ നാള് കഴിഞ്ഞിട്ട് അവിടെ ഒരു പെയിനും കാര്യങ്ങളൊക്കെ വരികയാണ്. നമ്മൾ ഒട്ടും ഓർക്കാത്ത മെഡിസിൻ ആണ് ഗ്ലോണോയിൻ. അത് ഫാരിങ്ടണിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 417 437 ഏതോ ഒരു പേജില് ഇഞ്ചുറി ഓഫ് ദ ഗ്ലോണോയിൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. പ്രൊലോങ് നമ്മൾ ഒട്ടും ഓർക്കാത്ത മെഡിസിനാ. ഓക്കെ, താങ്ക് യു. മറിയാമ്മേ, ഇങ്ങനെ ആരെങ്കിലും ആനലൈസ് ചെയ്യുമ്പോഴേ ഇത് കഴിഞ്ഞിട്ട് അവർക്ക് സമയം കൊടുത്താൽ പോരെ? ഇല്ലെങ്കിൽ നമ്മുടെ ആ ഫാക്കൽറ്റിയുടെ ആ ഒരു ഫ്ലോ പോവും ഇല്ലേ? അടുത്ത ലതാമനോരൻ ഡോക്ടർ നാച്ചുറൽ സെൽഫും പറഞ്ഞിരിക്കുന്നു. അവസാനം എല്ലാവരും സംശയം ചോദിക്കാം. പിന്നെ ഈ ചെവിയുടെ ഉള്ളിൽ വരുന്നതിന് ഇതില് ഈ പിക്രിക് ആസിഡ് ചെവിയുടെ ഉള്ളില് ഈ ബോയിൽസ് വരുമ്പോൾ, അതേ സമയത്ത് ഈ ചെവിയുടെ ചുറ്റും ആ സൈഡിലൊക്കെ വരികയാണെങ്കിൽ കാൽക്കേറിയ പിക്രിക്. ആ കാൽക്കേറിയ പിക്രിക്കിന്റെ ഇനിയൊരു ഇതെന്ന് വെച്ചാല് അത് ക്രോണിക് ടെൻഡൻസി ടു ഗെറ്റ് ബോയിൽസ്. അത് എസ്പെഷ്യലി ഈ നമ്മുടെ മസിൽ അധികം ഇല്ലാത്ത, അതായത് ഷിൻ ബോൺ ഒക്കെ കോക്സിക്സ് അങ്ങനെയുള്ള റീജിയനിലൊക്കെ ഇങ്ങനെ ബോയിൽസ് വരാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ കാൽക്കേറിയ പിക്രിക് വളരെ ഇഫക്റ്റീവാണ്. പിന്നെ ഇങ്ങനെ ചെവി കേൾക്കാൻ പാടില്ല, പക്ഷെ ഒരു കാറിലോ ഇതിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അപ്സരായിട്ട് കേൾക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നത് ഗ്രാഫൈറ്റിസ് അല്ലെങ്കിൽ പെട്രോളിയം അല്ലേ. അതുപോലെ തന്നെ ഫെറമെറ്റ് ഈ കൊടുക്കുമ്പോൾ അത് വളരെ ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കുക. പിന്നെ ഇറ്റ് ഷുഡ് ബി ഗിവൺ കെയർഫുള്ളി ഇൻ ഹെമറേജിക് ട്യൂബർക്ലോസിസ്, ഇറ്റ് അഗ്രവേറ്റ് ദ കംപ്ലൈൻസ്. ഇത് പറഞ്ഞിരിക്കുന്നത് മർഫിയാണ്. ഇത് മാത്രം ഞാനത് നോട്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫെറമെറ്റ് ഞാൻ സാധാരണ എനിക്ക് പറ്റിയ അബദ്ധങ്ങളുണ്ട്. അതായത് മെൻസ്ട്രൽ ഇതിൽ ബ്ലീഡിങ് വരുമ്പോൾ അവർ പറയും ഇന്നൊന്നും ഇങ്ങനെ കണ്ടു ഡോക്ടറെ, എന്നിട്ട് പിന്നെ 2 ദിവസത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം മുതൽ നല്ല ബ്ലീഡിംഗ് ആണെന്ന് പറയും. അപ്പൊ ഞാൻ ഫെറമെറ്റ് 30 ആണ് കൊടുക്കാറുള്ളത്. ആ ഫെറമെറ്റ് 30 കൊടുത്താൽ അവർക്ക് ഡെഫിനറ്റ് ആയിട്ടും ഭയങ്കര ബ്ലീഡിംഗ് ആയിരിക്കും. പിന്നെയാണ് ഞാൻ ഇത് വായിച്ചിട്ടാണ് മനസ്സിലായത് ഫെറമെറ്റ് 30 അല്ല അവിടെ കൊടുക്കേണ്ടത്, ഹയർ പൊട്ടൻസിയാണ് കൊടുക്കേണ്ടതെന്ന്. അപ്പൊ ഞാൻ മിനിമം 200 അല്ലെങ്കിൽ 1 കൊടുക്കും. അതുപോലെ തന്നെ പിക്കിംഗ് നോസ് വിത്ത് ഫിംഗർ, നമ്മളിങ്ങനെ മൂക്കിൽ ഇങ്ങനെ വിരലെടുത്തിട്ട് ഇങ്ങനെ ഇതായിട്ടിരിക്കുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ കൊടുക്കുന്നത് സീന അല്ലെങ്കിൽ RM ട്രൈഫില്ല ആയിരിക്കും അല്ലെ. അതിന് ഏറ്റവും നല്ല ഇതാണ് ബേസിലിനം ടെസ്റ്റിക്കം. ബേസിലിനം ടെസ്റ്റിക്കം, ബേസിലിനം BACILLINUM ടെസ്റ്റിക്കം.
TESTICUM. അതിന്റെ പൊട്ടൻസിയോ? അത് 200. അത് ബേസിലിനം അല്ലേ? ബേസിലിനം ബേർണറ്റ് നോക്കിയാണ് പറയുന്നത്. മറ്റേ ഇതിന് ബേസിലിനത്തിന്. ഇത് ബേസിലിനം ടെസ്റ്റിക്കാണ് ഇത് വരുന്നത്. എനിക്ക് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അതിന് ഇങ്ങനെ മൂക്കിൽ എപ്പോഴും ഇങ്ങനെ വിരലിട്ട് പിന്നെ ഇതാക്കിയിട്ട് മൂക്ക് ചോര വരും. എന്നാലും കുട്ടി നിർത്തില്ല. ഞാൻ അതിന് R&Rifലാണ് കൊടുത്തിരുന്നത്. എന്നിട്ട് ഒന്നും ഒത്തിരി വ്യത്യാസം ഉണ്ടെന്നല്ല, എന്നാലും ആ കുട്ടി ചെയ്യും. അവസാനം ഈ ബേസിലിനും ടെസ്റ്റിനും കൊടുത്ത് എനിക്ക് പറഞ്ഞു തന്നത് രാജു ഡോക്ടറാണ് പറഞ്ഞു തന്നത്. അങ്ങനെ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് മാറി. എന്നിട്ട് ഡോക്ടർ ഒരു കാര്യം പറഞ്ഞു, ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് സോറിനം ഒരു കോംപ്ലിമെന്ററി ആയിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ സാധാരണ ട്യൂബക്കുലർ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ സോറിനം കൊടുക്കാറില്ല. പക്ഷെ ആ കുട്ടിക്ക് കൊടുത്തു. നല്ലോണം കുറയുകയും ചെയ്തു. പിന്നെ ഒന്നും വന്നിട്ടില്ല. പിന്നെ മുഖം നോക്കുമ്പോ ഇങ്ങനെ നീര് കെട്ടി വീർത്തിരിക്കണ പോലെ തോന്നും. നമ്മളപ്പോ നമുക്ക് മനസ്സിൽ തോന്നുന്നത് ഇതില് എന്താണ് എപ്പിസ് ആണ് അല്ലെ, മുഖത്ത് ഇങ്ങനെ വീർത്തി കെട്ടിയിരിക്കുന്നത്. പക്ഷെ അവിടെ കുറച്ചും കൂടെ ആക്ട് ചെയ്യുന്നത് അബ്രോട്ടാനാണ്. അബ്രോട്ടാനത്തിന്റെ ഫേസ് ശരിക്കും നോക്കുകയാണെങ്കിൽ റിങ്കിൾഡ്, പിന്നെ ഇങ്ങനെ ഒരുമാതിരി ഒട്ടി സൂക്ഷിച്ച ഒരു മുഖമാണ് നമ്മുടെ മനസ്സിലുള്ളത്. ഓൾഡ് ഏജ് ലുക്ക്. നമുക്ക് 3 വയസ്സാണെങ്കിൽ ഒരു 6 വയസ്സിന്റെ ഒക്കെ വയസ്സ് നോക്കും, അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇത് കൊടുക്കുന്നത്. പക്ഷെ ഇത് ആൻജിയോമ ഫേസിന് അബ്രോട്ടാനും നല്ല മെഡിസിനാണ്. ഞാൻ കൊടുത്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ചിലർ പറയും ഇങ്ങനെ കോട്ടുവായി ഇട്ടാ മതി ഡോക്ടറെ, എൻ്റെ ജോ ഇങ്ങനെ ഡിസ്ലൊക്കേറ്റ് ചെയ്യുമെന്ന് പറയും. അതിന് ഞാൻ കൊടുക്കാറുള്ളത് ഇഗ്നേഷ്യ പെട്രോളിയം റസ്റ്റോക്സ്. ഇതെനിക്ക് പ്രകാശൻ ഡോക്ടർ പറഞ്ഞു തന്നതാ. ഞാൻ അവിടെ ഹൗസ് സർജൻസിയുടെ സമയത്ത് ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് എപ്പോഴും ഇങ്ങനെ ഒന്ന് കോട്ടുവായിട്ടാൽ മതി, ചെറിയൊരു കോട്ടുവായിട്ടാൽ മതി, അയാൾക്ക് ഇത് ജോ ഡിസ്ലൊക്കേറ്റ് ചെയ്യും. അതിന് അന്ന് ഡോക്ടർ കൊടുത്തത് ഇഗ്നേഷ്യ ആയിരുന്നു. പിന്നെ അന്ന് എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതാണ് പെട്രോളിയവും റസ്റ്റോക്സും നല്ലതാണെന്ന്. പിന്നെ ഞാൻ ഈ പല്ല് തേക്കുന്നവർക്ക് ഞാനൊരു എക്സ്റ്റേണൽ ഇത് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ ഉമിക്കരിയില്ലേ, ഉമിക്കരിയില് പ്ലാന്റാഗോ ക്രിയോസോട്ടും റെട്ടാനിയും കൂടി മിക്സ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പറയും, പല്ല് തേക്കാൻ പറയും. പല്ലിന് നിറവ്യത്യാസം വരുമ്പോഴും പല്ലിന് എപ്പോഴും അസുഖങ്ങൾ വരുന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഞാൻ സാധാരണ, ചിലർക്ക് പേസ്റ്റ് ഒന്നും ഇഷ്ടമല്ല, പേസ്റ്റ് അലർജിക്കായിരിക്കും, അങ്ങനെയൊക്കെ വരുന്നവർക്ക് റെട്ടാനിയ ടീച്ചറും ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഇതാണ് ഈ ടൂത്ത് പൗഡർ പോലെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. റെട്ടാനിയ ടീച്ചർ ഉമിക്കരിയില് പ്ലാന്റാഗോയും ക്രിയോസോട്ടും കൊടുക്കും കുറച്ച്. പ്ലാന്റാഗോ കുഴപ്പമില്ല, ക്രിയോസോട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊള്ളും. അതുകൊണ്ട് അത് വളരെ ഞാനൊരു 3-4 ഡ്രോപ്പേ കൊടുക്കുള്ളൂ. പ്ലാന്റാഗോ ഒരു ഏകദേശം ഒരു 5 ml ബോട്ടിലിൽ ഒരു 1/4 ഭാഗം കൊടുക്കും. റെട്ടാനിയ ബാക്കി കൊടുത്തിട്ട് അവരോട് ഞാൻ പറയും ഈ ഉമിക്കരി എടുക്കുമ്പോൾ ഇതിൽ ഒരു തുള്ളി ഇതും കൂടെ ഒഴിച്ചിട്ട് പല്ല് തേക്കാൻ പറയും. പിന്നെ ഞാൻ ഫെറമെറ്റ് പറഞ്ഞില്ലേ, അത് ഈ ഇതില് പല്ലുവേദന വരുമ്പോൾ നല്ല ഐസുമായിട്ടുള്ള വെള്ളം കൊണ്ട് ഗർഗിൾ ചെയ്താൽ നല്ല സുഖം കിട്ടും ഫെറമെറ്റിന്. പിന്നെ നമ്മൾ ഈ ഗം ബോയിലിന് വരുമ്പോഴേ സാധാരണ നമ്മൾ മെക്സോളാണ് നമ്മുടെ മനസ്സിൽ വരിക. പക്ഷേ കാർബോ വെച്ച് നല്ല അസലായിട്ട് ആക്ട് ചെയ്യും ഈ ഇതില് ബോയിൽസിന്. ഞാൻ പറഞ്ഞില്ലേ ടൂത്ത് ഏക്ക് ഫ്രം ടീ, അല്ല ഹെഡ് ഏക്ക് ഫ്രം ടീ, അതുപോലെ ടൂത്ത് ഏക്ക് ഫ്രം ടീ ഉണ്ട്, സെലേനിയത്തിലും സൂചയ്ക്കും. പിന്നെ ടൂത്ത് ഏക്ക് ഫ്രം കോഫി കാമോമില നമ്മൾ പറയുമല്ലോ കോഫി ആന്റിഡോട്ടാണ്, കോഫി കൊടുക്കണ്ടെന്ന് പറയാറില്ലേ കാമോമില കൊടുക്കുമ്പോൾ. പിന്നെ പ്രഗ്നൻസി പീരീഡിൽ ഇത് വരും, ടൂത്ത് ഏക്ക് വരും. പക്ഷെ തണുത്ത വെള്ളം കുടിച്ചാൽ, തണുത്ത വെള്ളം കൊണ്ട് വായിൽ ഗർഗിൾ ചെയ്താൽ സുഖം കിട്ടും. അത് കോഫിയാ. പിന്നെ ടൂത്ത് ഏക്ക് പ്രഗ്നൻസി പീരീഡിൽ വരും.
രാത്രിയാകുമ്പോൾ കൂടും, അത് മാക്കാർബ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ? ആ പിന്നെ എന്ത് കഴിച്ചാലും അതിന് മുഴുവനും ഉപ്പാണെന്ന് പറയും. നമ്മൾ സാധാരണ കൊടുക്കുന്നത് സെപ്പിയാണ്. കാർബോവിജിനും ചൈനയ്ക്കും ഉണ്ട് ഇതേ സിംറ്റം. അവർക്ക് ഭക്ഷണത്തിന് കൂടുതൽ ഉപ്പ് തോന്നിക്കും. ഇല്ല നീ എത്ര ഇനി സംശയം ചോദിക്കാൻ സമയം കൊടുക്കണം. പിന്നെ ഈ നല്ല എന്താ പറയണേ, കാലിബ്രോമിന് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് ആ സെൻസിറ്റിവിറ്റി ഇല്ല. അവർക്ക് എത്ര വേദന വന്നാലും അവർ ആ വേദന ഓപ്പിയത്തിന്റെ പോലെയാ. ഒരു കൂടുതൽ അവർക്ക് ഫീൽ ചെയ്യൂല. നമ്മൾ വിചാരിക്കും ഭയങ്കര വേദനയായിരിക്കുന്നു, പക്ഷെ അവരത് അത്രയും അവർ പ്രകടിപ്പിക്കില്ല. കാലിബ്രോ ഒരു സഹിക്കുന്നതാണോ അതോ അവർക്ക് സെൻസേഷൻ ഇല്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവര് കാലിബ്രോംകാർ അധികം നമ്മൾ പ്രതീക്ഷിക്കുന്ന വേദനയുടെ എക്സ്പ്രഷൻ ഒന്നും അവർ കാണിക്കില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ത്രോട്ട് പെയിൻ വരും. ആ ത്രോട്ട് പെയിൻ വന്ന് ചെസ്റ്റിലേക്ക് ആ വേദന ഇറങ്ങണമെന്ന് കണ്ടു കഴിഞ്ഞാൽ ലാക്കനൈനം അങ്ങനെയാണല്ലോ, എല്ലാ വശത്തേക്കും റേഡിയേറ്റ് ടു അതർ പാർട്സ്. ഒരിടത്ത് തുടങ്ങിയാൽ അത് വേറെ പാർട്സിലേക്ക് പോകും. അങ്ങനെ എവിടേക്ക് റേഡിയേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാലും ഞാൻ ലാക്കനൈനം കൊടുക്കാറുണ്ട്. ആ പിന്നെ അതുപോലെ തൊണ്ടയിൽ ഒന്നും ഇല്ല എന്നുള്ള തോന്നല്, എപ്പോഴും ഇങ്ങനെ മിഴുങ്ങി നോക്കാനായിട്ടുള്ള തോന്നല്, അതിന് കൽക്കരിയ ഫോസ്. നമ്മുടെ രാജീവ് ഡോക്ടർ ഒരിക്കൽ മംസിനെ പറ്റി പറഞ്ഞു. റൈറ്റ് സൈഡഡ് മംസ് ആണെങ്കിൽ ബെല്ലോണയും മെക്സോളും, ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിൽ റസ്റ്റോക്സും പ്രോമിയോ. അതെനിക്ക് രണ്ടും ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇത് കൊടുത്തിട്ട് ഇത് വളരെ ഞാൻ രാജീവിനെ വിളിച്ച് പറയുകയും ചെയ്തു. പിന്നെ അക്കലേഷ്യ കാർഡിയ എന്നുള്ള ഒരു സിംറ്റം ഇല്ലേ, ഈ ഇങ്ങനെ ഇത് ഇവിടെ വിഴുങ്ങുമ്പോ ഒരു കൺസിസ്റ്റഡ് ഫീലിംഗ് എന്നുള്ളതിന്, അതിന് എൻ്റെ ഫ്രണ്ട് ഡോക്ടർ എഫിക്ക് എനിക്ക് പറഞ്ഞു തന്നത് കാക്ടസ് 30 തയോസിനാമിനം 3x പോണ്ടുരംഗോ ടിങ്ചർ. അത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി എനിക്ക്. ഞാൻ കൊടുത്തിരുന്നത് അർജന്റൈറ്റിക്കോ അലൂമിനേക്കോ ആയിരുന്നു, പക്ഷെ ഈ ഒരു ഇത് കാക്ടസ് 30 തയോസിനാമിനം 3x പോണ്ടുരംഗോ ടിങ്ചറും കൊടുത്തപ്പോഴേക്കും അതുണ്ട്. പിന്നെ അതേ സമയത്ത് ഈ കാക്ടസിന് അവർക്ക് ഇങ്ങനെ എന്താ പറയണേ, ഒരു അവിടെ ഇങ്ങനെ ഗ്യാസ് പോലെ വരണം, ഇത് മെഴുകാൻ നേരത്ത് ഒരു ഗ്യാസ് പോലെ വരണം എന്ന് പറഞ്ഞാൽ കജാപ്പുട്ടം അതിന് പകരം ടിഞ്ചർ അതിന് പകരം കൊടുക്കാം. അപ്പൊ പോണ്ടുരംഗോ പൊട്ടൻസി കൊടുത്താൽ മതി. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടമ്മമാര് കൽക്കരി തിന്നും. ഇത് നമ്മുടെ അടുപ്പിലെ കരി എടുത്ത് വായിലിടും. അതിന് നമ്മൾ കൊടുക്കുന്നത് സിനയാ കൊടുത്തിരുന്നത്. പിന്നെ കാർബോ അനിമാലിസ് കൊടുക്കുമായിരുന്നു ഞാൻ. പക്ഷെ സിറ്റ്യൂട്ട വണ്ണം കൊടുക്കാൻ ആരോ പറഞ്ഞു. പിന്നെ ഈ പൊട്ടറ്റോയ്ക്ക് ഭയങ്കര അവേർഷനാണ്. അവർക്ക് അത് പൊട്ടറ്റോ ഇഷ്ടമല്ല, കഴിച്ചാൽ അവർക്ക് അസുഖം വരികയും ചെയ്യും. അതിന് അലൂമിന. അതേ സമയത്ത് പൊട്ടറ്റോ ഭയങ്കര ഇഷ്ടമാണ്, അത് കഴിച്ചാൽ ഭയങ്കര സുഖമാണ്, അസറ്റിക് ആസിഡ്. അതുപോലെ തന്നെ ഭയങ്കര എക്കിള് വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇഗ്നേഷ്യം നക്സോമിക്ക ഒക്കെയാണ്. പക്ഷെ റെക്ടാനിയ കൊടുത്തു കഴിഞ്ഞാൽ ഇത് നല്ലോണം മാറുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ പറയും ഈ ഫ്ലാറ്റസ് പോകുമ്പോൾ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല ഡോക്ടറെ. ഇപ്പൊ ആരുടെങ്കിലും മുമ്പിലാണെങ്കിലും അതിങ്ങനെ ഒന്നും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റണില്ല, അത് പോകുമെന്ന് പറയുമ്പോൾ ആൻറ്റിയം ഫ്ലൂയിഡ്
അതുപോലെ തന്നെ കിടന്ന് ഇങ്ങനെ കിടന്നു. അത് ആ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുമ്പോഴത്തേക്കും ശ്വാസം മുട്ടും, അവരങ്ങ് എണീക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവർക്ക് ശ്വാസം കിട്ടാനായിട്ട് അവരങ്ങനെ കിടന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും. അതിന് ഞാൻ സാധാരണ കൊടുത്തിരുന്നത് ഡൈലീലിയാണ്. പക്ഷെ ഡിജിറ്റാലിസും ലാക്ടോസിസും അതിനെക്കാട്ടിലും നല്ലോണം വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കോഫ് ഇൻ ചിൽഡ്രൻ ആന്റിബയോട്ടിക് ആണെങ്കിൽ കോഫ് ഇൻ ഏജ്ഡ് പേഴ്സൺസ് ഹിപ്പോസൈന. അത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ഞാൻ അത് കഴിച്ച് ഞാൻ മിടുകത്തിയായി. എനിക്ക് കാശി യാത്ര കഴിഞ്ഞ് വന്നപ്പോ ഒരു ചുമ തുടങ്ങിയിട്ട് എന്നെ കഷ്ടപ്പെടുത്തി കളഞ്ഞു. പറഞ്ഞിരുന്ന എല്ലാ മെഡിസിനും കഴിച്ചു. അവസാനം എന്റെ ഫ്രണ്ട് ചാണ്ട എന്നെ നിർബന്ധിക്കാൻ തുടങ്ങി, ഡോക്ടറെ അടുത്ത് പോകുന്നു പറഞ്ഞിട്ട്. അവസാനം എവിടെയും കണ്ടോ ഞാൻ വായിച്ചു, ഹിപ്പോസൈനം ഈസ് ഗുഡ് ഫോർ ഏജ്ഡ് പീപ്പിൾസ് കോഫ്. അത് കഴിച്ച് പിടിച്ചു നിർത്തിയ പോലെ മാറി. വേറെ ഹിപ്പോസൈനം 30 എൻ്റെ ഉണ്ടായിരുന്നുള്ളൂ. നമുക്ക് 4 മിനിറ്റ് മതിയല്ലേ? ഞാനൊരു കമ്പാരിസൺ എഴുതി വെച്ചിരുന്നേ. അതിൽ ഞാൻ ഇന്നിപ്പോ വായിച്ചപ്പോ ഒരു കമ്പാരിസൺ വായിച്ചിരുന്നു. ഇപ്പൊ ഞാൻ പൊട്ടറ്റോന്റെ കാര്യം പറഞ്ഞ പോലെ അതും കൂടെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഒരുമാതിരിയൊക്കെ ഇതായല്ലോ. അത് എവിടെ എഴുതി വെച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇന്ന് വായിച്ചു അത്. എനിക്ക് തന്നെ നല്ല സന്തോഷം തോന്നി. അത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് വെച്ചതാണ്. അപ്പൊ അത് എവിടെ നിന്ന് എങ്ങനെയാ കിട്ടിയതെന്ന് എനിക്കറിഞ്ഞത്. എവിടെ നിങ്ങളെ ആരെങ്കിലും ഒക്കെ പറയുമ്പോ എഴുതി വെക്കുന്നതാണ്. ഇനി ഇന്ന് മുതൽ എന്ത് വായിച്ചാലും ആ സോഴ്സും കൂടെ എഴുതും. കമ്പാരിസൺ. സ്ലൈറ്റ് പെയിൻ വിത്ത് സിവിയർ അൾസറേഷൻ ഓർ ഇൻഫ്ലമേഷൻ. താലിബൈക്കിന് എത്ര ഭയങ്കര അൾസറേഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആയിരിക്കും, പക്ഷെ വേദന കുറവായിരിക്കും. വേദന അധികം ഉണ്ടാവില്ല, ഫീൽ ചെയ്യില്ല താലിബൈക്ക്. അതേസമയത്ത് കൊണിയത്തിന് ഒരു ചെറിയൊരു മുറിവ് വന്നാൽ മതി, അല്ലെങ്കിൽ ചെറിയൊരു ഇൻഫ്ലമേഷൻ വന്നാൽ മതി, ഭയങ്കര വേദനയായിരിക്കും കൊണിയം. പ്രത്യേകിച്ച് കണ്ണില് വളരെ ഇഫക്റ്റീവാണത്. പിന്നെ താലിബൈക്കിന്റെ ഇറപ്ഷൻ വാം വെതർ ആവുമ്പോൾ വരാൻ തുടങ്ങും. ഇപ്പൊ ഇതില് ഈ ആക്നി ആണെങ്കിലും ഹീറ്റ് ബോയിൽസിലാണെങ്കിലും വാം വെതർ വരുമ്പോഴത്തേക്കും വരും. അതേസമയത്ത് റാപ്റ്റോക്സിന് ഈ വെറ്റ് വെതർ വരുമ്പോഴാണ് ഈ ഇറപ്ഷൻ വരുന്നത്. പിന്നെ പെയിൻ ഇൻ സ്മോൾ സ്പോട്സ് താലിബൈക്ക്, ഓക്സാലിക് ആസിഡിനും അതുണ്ട്. പിന്നെ ഹൈഡ്രാസിസിന് പോലെ പോസ്റ്റ് നാസൽ ഡ്രിപ്പിംഗ് ഓഫ് തിക്ക് മ്യൂക്കസ്. നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് തിക്ക് മ്യൂക്കസ് വരുമ്പോൾ നമ്മൾ ഹൈഡ്രാസിസ് ആണ് കൊടുക്കുന്നത്. പക്ഷെ കാലിബൈക്കും വളരെ നല്ല മെഡിസിൻ ആണ്. പെയിൻ കമ്മിങ് ആൻഡ് കാലിബൈക്കിന്റെ പെയിൻ കമ്മിങ് ആൻഡ് ഗോയിങ് സഡൻലി, ബെൽഡോണ പോലെ. ഇഡിമ എറൗണ്ട് ലോവർ ഐലിഡ് എപ്പിസ്. അപ്പർ ഐലിഡിന്റെ അവിടെ അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, കാലിക്കാർബ്. ഉള്ളൂ ഈ രണ്ട്. ഞാൻ ഇന്ന് വായിച്ചപ്പോ ഇതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന് വിചാരിച്ചു. ഈ കൊണിയത്തിന്റെ കാര്യം, കാലിബൈക്കിന്റെ ഇതും ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഇന്നിപ്പോ കണ്ടപ്പോഴാണ്. ചിലരെങ്ങനെയാണ് കുറച്ച് വേദന വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വേദന പറയും. നമ്മൾ പ്രതീക്ഷിക്കും ഭയങ്കര വേദനയായിരിക്കുന്നത്, പക്ഷെ അവർ ഒരു അനക്കം പറയില്ല, അനക്കം കാണിക്കില്ല. അപ്പൊ ഞാൻ വിചാരിക്കും കുറച്ച് ഇല്ലാന്ന്. അത് ഇതാണ് കാലിബൈക്കാ. ഭദ്രൻ സാറേ, അൺമ്യൂട്ട് ചെയ്യാം. ഭദ്രൻ ഡോക്ടർ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചെന്നാല് ഇൻട്രാഓക്കുലർ ഹെമറേജിന് 2 മെഡിസിൻ പറഞ്ഞ് ആർണിക്കയും കലണ്ടറിലെയും പറഞ്ഞത്. അതുപോലെ ബോത്രോപ്സ് വളരെ നല്ല മെഡിസിനാണ്. ബോത്രോപ്സ് 30. ബോത്രോപ്സ് നല്ലതാണ്. ഞാൻ കൊടുക്കാറ് സാധാരണ ഹമാമിലിസും ബോത്രോപ്സും ആണ്. ഇല്ല, അതൊന്ന് സൂചിപ്പിക്കാന്ന് വെച്ച്. ഓക്കെ, താങ്ക് യു.
താങ്ക് യു. ഓക്കെ, താങ്ക് യു മാൻ. ഇനി നമുക്ക് ശാന്തയ്ക്കൊന്നും പറയാനില്ലേ? ഇപ്പൊ അനങ്ങുന്നില്ലല്ലോ ഇന്ന്. സാധാരണ ആ കൂടെ ഇന്ന് ഞാൻ കാണും. ഇന്ന് ഒരു വലിയ യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാനും ഒന്നും പറയാതിരുന്നത്. ദേ അരി ആനലൈസ് ചെയ്തിട്ടുണ്ട്. ഹരിഹരൻ സാർ ഹരി ഹരിഹരൻ സാർ വൈപ്പേരായും ചിന്തിച്ചോണം. ആ ബ്ലീഡിങ്ങിന് ഇല്ല, ഇന്റർഓക്കുലർ ബ്ലീഡിങ്ങിന് അല്ലേ? എനിക്ക് ഈ വൈപ്പേറ ഒറ്റ ഒരു കാര്യത്തിനെ ഞാൻ കൊടുക്കാറുള്ളൂ സാധാരണ. അതായത് കാല് തൂക്കിയിട്ട സയാറ്റിക് പെയിൻ, കാല് തൂക്കിയിട്ട ഭയങ്കര വേദന, അതിന് ഞാൻ വൈപ്പേറ കൊടുക്കണം. ബാക്കി ഒന്നിനും ഈ ശരിക്കും അതൊരു ബ്ലീഡിംഗ് റെമഡിയാണ്. പക്ഷെ അത് എനിക്ക് ഒന്നും അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ ഡോക്ടറെ? ഈ ഉപ്പൂറ്റി വേദനയുടെ സ്പെസിഫിക് ആയിട്ട് ഏതാ മെഡിസിൻ? ഞാൻ കൊടുക്കുന്നത്, ഞാനും ശാന്തയൊക്കെ കൊടുക്കുന്നത് ഓറമെറ്റ. ഓറമെറ്റ് കൊടുത്തിട്ടൊന്നും കുറയുന്നില്ല. ഓറമെറ്റ ഹയർ പൊട്ടൻസി. ടെന്നം കൊടുക്കുക ഹരി. അങ്ങനെ ഓറമെറ്റ് ടെന്നമൊക്കെ കൊടുക്കാൻ വാസ്തവത്തിൽ ചിലപ്പോ പ്രൂവ് ചെയ്യും. അവര് മേടിക്കണ്ട, അവരൊന്നും ചെയ്യില്ല. അത് പറയാൻ പറ്റത്തില്ല. അതൊന്നും പറയാൻ പറ്റില്ല. കാര്യം ഞാന് അനുഭവസ്ഥനാണ് എല്ലാം. നമ്മുടെ ചാക്കോടി ചോദിച്ചു നോക്ക്. ചാക്കയാണ് എന്റെ ഇതിന്റെ ചാക്ക ഹയർ പൊട്ടൻസി ഒക്കെ നല്ല സുന്ദരമായിട്ട് ഉപയോഗിക്കും. എന്റെ റോൾ മോഡല് ചാക്കയാ. ചാക്ക ബാലേന്ദ്രൻ ചാക്ക, നമ്മുടെ ചാക്ക. അതുകൊണ്ട് ഓറമെറ്റിലൊക്കെ ഉള്ള കളി ഞാൻ അധികം ചെയ്യും. ഇങ്ങനെ ഹയർ പൊട്ടൻസി കൊടുത്തു നോക്ക്. ഒറ്റ ഡോസ് കൊടുത്തു നോക്ക് ഹരി. ഒറ്റ ഡോസ് കൊടുത്തു നോക്ക്. എന്റെ മ്യൂട്ടായിരുന്നു. എനിക്കൊന്നും പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അത് പോരാഞ്ഞ എന്റെ മോക്ക, എന്റെ മോക്കാ കൊടുക്കേണ്ടത്. ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് ഒരെണ്ണം. പറയാം, ഒരു മിനിറ്റ്. ഹീൽ പെയിന് ഞാൻ നോക്കിയിട്ട് പറയാം ഹരി. അത് ഞാൻ എവിടെ കണ്ട ഒരു ഹീൽ പെയിന് പ്രത്യേകിച്ച് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു ഇത് വന്നിരുന്നു. അപ്പൊ ഞാനത് കൊടുത്തു കഴിഞ്ഞപ്പോ ഞാനത് റെഫർ ചെയ്തിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പല മരുന്നുകളും കൊടുത്തു നോക്കി, എന്നാലും അത്ര കണ്ട ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഡോക്ടർ ബാലേന്ദ്രൻ ഉണ്ടല്ലോ, ഡോക്ടറുടെ അനുഭവം പറ. അന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കാം ഡോക്ടർ ബാലേന്ദ്രന്. ഇവിടെ ഇല്ലല്ലോ, ഇതിലില്ലല്ലോ. ഡോക്ടർ ബാലേന്ദ്രൻ ഉണ്ട് ഇവിടെ, കാണാമല്ലോ. ബാലേന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്ക. മോഡറേറ്റർ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്ക. മോഡറേറ്ററെ, ഡോക്ടർ ബാലേന്ദ്രൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്ക. ബാലേന്ദ്രൻ ഡോക്ടറെ ശാന്ത ഒന്ന് വിളിക്കുക. ശാന്ത ബാലേന്ദ്രനെ. അല്ല, ഞാൻ അൺമ്യൂട്ട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡോക്ടർ കൈ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ലല്ലോ. ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, കൈ കാണിക്കുന്നുണ്ട്. ഞാൻ കണ്ടു ഒരു ബാലേന്ദ്രൻ. ആരാ ഈ അൺമ്യൂട്ട് ചെയ്യേണ്ടത്? ഡോക്ടർ മറിയാമ്മയാണോ? ഡോക്ടറെ, ഈ ഹീലിലെ പെയിന്റ് ഞാൻ സാധാരണ ഉപയോഗിക്കുന്നത്, ഇപ്പം ഫസ്റ്റ് മൂവ്മെന്റ് ഹീൽ ആയാലും തറയിൽ കുത്തുമ്പോഴാണ് വേദന വരുന്നത്. അപ്പോഴേക്ക് ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ എന്നുള്ളതിൽ റെസ്റ്റോക്സ് ആണ് ഫസ്റ്റ് പ്രിഫറൻസ്. സെക്കൻഡ് കൊടുക്കുന്നത് കാലിക് ബൈക്രോമിക്കം. കാലിക് ബൈക്രോമിക്കം എന്ന് പറയുന്നത് ഒരു സ്പോട്ടഡ് പെയിൻ, ഹീലിൽ മാത്രം ഒതുങ്ങുന്ന പെയിൻ ആയതുകൊണ്ട് അത് രണ്ടും. പിന്നെ റൈറ്റും ലെഫ്റ്റും നോക്കിയിട്ട്, പിന്നെ ലെഫ്റ്റ് ആണെങ്കിൽ ഇത് രണ്ടും കൊടുക്കും, റൈറ്റ് ആണെങ്കിൽ ഒന്ന് ബ്രയോണി ഇവിടെ കൊടുക്കും. ഇതൊന്ന് കൊടുത്തു നോക്കിയേ, വേദന കുറയും. പിന്നെ അവരോട് ഒരു എക്സസൈസ് പറയണ മാതിരി, അതായത് കാല് ഉപ്പൂറ്റി കൊണ്ട് നമ്മള് കിടന്ന് എണീക്കുന്നതിന് മുമ്പ് ആ ഉപ്പൂറ്റി മാത്രം ചെമരിൽ നല്ലോണം തള്ളിയിട്ട്, ചെമരിൽ തള്ളി മാറ്റണ പോലെ നമ്മൾ ഉപ്പൂറ്റി കൊണ്ട് ഇങ്ങനെ തള്ളാൻ പറയണം. തള്ളിയിട്ട് റിലാക്സ് ചെയ്യാം. പിന്നെ എന്തല്ല, അങ്ങനെ ഒരു 3 to 7 times അങ്ങനെ ചെയ്തിട്ട് ഇറങ്ങാൻ പറയണം ബെഡിൽ നിന്ന്.
മനസ്സിലായോ? ഡോക്ടർ ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ അങ്ങ് മാറും. പറഞ്ഞത് കാലി ബൈക്ക്, റെസ്റ്റ് ഹൗസ് കാലി ബൈക്ക്. റൈറ്റ് സൈഡിലാണെങ്കിൽ ബ്രയോണിയ കൂടെ, ഈ മൂന്നും കൊടുക്കും. വണ്ണം അല്ലേ സാർ? ഓക്കെ. പൊട്ടൻസി എല്ലാം വണ്ണം കൊടുക്കാം. അത് റെസ്റ്റ് ഹൗസിൽ മാഡം പറഞ്ഞാൽ അങ്ങനെ ഉണ്ണമ്മ കുറച്ചൊരു പൊട്ടൻസി ഇല്ല. അല്ല, റെസ്റ്റ് ഹൗസ് ഞാൻ കൊടുത്തു. ഞാൻ കൊടുക്കാത്ത മരുന്ന് അതിനകത്ത് കാലി ബൈക്ക് മാത്രമേ. കാലി ബൈക്കിന് ഈ സ്പോട്ടഡ് പെയിന് നല്ലതാണ്. അപ്പൊ ഞാൻ അത് കൂടെ ചേർത്താണ് കൊടുക്കുന്നത്. ആദ്യം ഫസ്റ്റില് ഒരു 6 മണിക്ക് റെസ്റ്റ് ഹൗസ് കൊടുക്കും, 7 മണിക്ക് കാലി ബൈക്ക്, 10 മണിക്ക് ബ്രയോണിയ. അപ്പൊ ഇത് ഒരു 6 ഡോസ് 20 ഡേയ്സ് ക്യാപ്പിൽ. പ്രോട്ടോകോള് ഫൈബ്രോയിഡിനൊക്കെ ഞങ്ങൾക്ക് കൊടുത്തിട്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ചാക്ക. മാഡത്തിന്റെ ക്ലാസ് കേട്ടപ്പോഴത്തേക്ക് ഒരു കോളേജിലിരിക്കുന്ന ഒരു സുഖം കിട്ടി. അമ്പാടി മാഡം ഇത് പണ്ടേ പറയേണ്ടതല്ലേ? എന്നാ പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി പേഷ്യൻസിനെ സേവ് ചെയ്യായിരുന്നല്ലോ. അതെന്റെ ഇന്നത്തെ ഈ 2 ദിവസത്തിന് മുമ്പുള്ള ഒരു അനുഭവം, നമ്മള് പിന്നെ ഹോമിയോക്ക് പഥ്യം വേണ്ട എന്നുള്ളതാണ്. എന്നുവെച്ചാൽ ഒരു പേഷ്യന്റ് മരുന്നൊന്നും കഴിക്കാതിരുന്ന ആളിന് നമ്മള് ബോൺവിറ്റയ്ക്കകത്ത് കോസ്റ്റിക്കം കൊടുത്ത്, പുള്ളി ഇവിടെ ഒരുപാട് റെക്കോർഡൊക്കെ ബാധിച്ച ഒരു പാർട്ടിയാണ്. നമ്മളെ സെക്രട്ടറി ഗവൺമെന്റ് സർവീസിൽ എന്നിട്ട് ലീവ് എടുക്കാത്ത ഒരാള്, 2 പ്രാവശ്യത്തെ മിസ്റ്റർ കേരള, ഇങ്ങനെയൊക്കെ ഉള്ള ആൾ ഇനി ജീവിതം വേണ്ട എന്നുള്ള ഇതിലെങ്ങനെ ഇരിക്കുന്ന സമയമാണ്. അപ്പം പുള്ളി ഒരു മരുന്നും കഴിക്കാതിരുന്ന സമയത്ത് പുള്ളി അറിയാതെ പുള്ളി കഴിക്കുന്ന ഒരേ ഒരു ആഹാരം എന്ന് പറയുന്നത് ബോൺവിറ്റയ്ക്കകത്ത് ഈ നമ്മളെ കോസ്റ്റിക്കം കൊടുത്ത്, കോസ്റ്റിക്കം ബ്രയോണി ഇതൊക്കെ കൊടുത്തിട്ട് ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് പോയപ്പം പുള്ളി വാക്കറും ഇല്ല, ഒന്നുമില്ല, സുഖമായിട്ട് കഴിച്ച് വെളിയിൽ വന്നിരുന്ന് പേപ്പറും വായിച്ചുകൊണ്ടിരിക്കും. അത്ര ഇമ്പ്രൂവ്മെന്റ് എടുത്ത് നൂത്തിയിരുത്തിയതാണ് ഞങ്ങൾ ആദ്യം. അപ്പം പഥ്യം പറയണതിന് വലിയ കാര്യം ഇല്ലെന്നാണ് ഇപ്പോഴത്തെ. അതെ, ഞാൻ എന്റെ പേഷ്യനോട് ഒന്നും ഒരു പഥ്യവും പറയാറില്ല കേട്ടോ ചാക്കെ. എന്താണെങ്കിലും കഴിച്ചോളാം. കഴിച്ചോട്ടെ. അപ്പൊ അത് തന്നെ അവർക്ക് ആ യോജിച്ചു. അത് നമുക്ക് അനുഭവത്തിൽ കിട്ടിയ ഇപ്പൊ തൂജയും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള തൂജയും സൾഫറും, അതെ, അത് നേരെ എനിമിക്കൽ റെമഡീസ് ആണ്. അത് കൊടുത്തിരുന്ന പ്രയോജനം ഇല്ലെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നന്ദി ഡോക്ടറെ. ഇനിയിപ്പം ജയചന്ദ്രൻ ഡോക്ടർ ആൻഡ്രൈസ് ചെയ്തിരുന്നു, ഇപ്പൊ ഇല്ലെന്ന് തോന്നുന്നു. ജയചന്ദ്രൻ ഡോക്ടർ ഔട്ടായെന്ന് തോന്നുന്നല്ലേ? എന്നാൽ ഇന്ന് നമ്മുടെ രമാദേവി അമ്പാടി മാഡത്തിന് നന്ദി പറയുന്നതിന് ബാലേന്ദ്രൻ ഡോക്ടറിനെ ക്ഷണിക്കുകയാണ്. ഡോക്ടർക്ക് നന്ദി പറയാനായിട്ടല്ല, നല്ലൊരു ക്ലാസ് എടുത്ത്, എന്ന് വെച്ചാൽ എത്രയോ കാലത്തിന് ശേഷം ക്ലാസ്സിലിരുന്ന ഒരു അനുഭവം കിട്ടിയതിന് മാഡത്തിനൊരു പ്രത്യേക താങ്ക്സ്. നമ്മളെ സംഘടനയുടെ പേരിലും ഒരു അഭിനന്ദനം തന്നെ അതിന് പറയണം, അല്ല നന്ദി പറയണല്ല. മാഡത്തിൻ്റെ കൂടെ നന്ദി പറയേണ്ട കാര്യമാണ്. ചെയ്തിട്ടുള്ള വർക്ക് അതെല്ലാം അതുപോലെ തന്നെ നമുക്ക് പറഞ്ഞു തന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നന്ദി സാറേ. ജയചന്ദ്രൻ ഡോക്ടർ വീണ്ടും വന്നിട്ടുണ്ടല്ലോ. ഭദ്രൻ ഡോക്ടർ എന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ? ജയചന്ദ്രൻ ഡോക്ടർ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? എന്തോ സംസാരിക്കാനാന്ന് തോന്നുന്നു. ശാന്തചന്ദ്രൻ ഡോക്ടർ എന്താ പറയാൻ ആഗ്രഹിക്കുന്നു? ജയചന്ദ്രൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഞാന് കൊറേ സമയം കൊണ്ട് ഹാൻഡ് റൈസ് ചെയ്യുന്നു, അൺമ്യൂട്ട് ആവുന്നില്ല. ഞാൻ കേറിയപ്പോ തുടങ്ങിയിട്ട് അത് ഓൺ ചെയ്തിട്ട് അൺമ്യൂട്ട് ആവുന്നില്ല. അതുകൊണ്ടാണ് സംസാരിക്കാഞ്ഞത് കേട്ടോ രമ. ഞാൻ രമ കയറിയപ്പോ അപ്പൊ തുടങ്ങി ഞാൻ ഇതില് മൈക്ക് അമർത്തിയിട്ട്. ശാന്ത കായംകുളത്തുനിന്ന് അടിപൊളിയായിട്ട് ഓടി വന്നതാണ്. അപ്പൊ ഭയങ്കര ടയേർഡാണെന്ന് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഞാന് പെട്ടെന്ന് റെഡിയായി ഞാൻ വന്നിരിക്കും. അന്നേരം ഞാൻ അപ്പൊ അൺമ്യൂട്ട് ആവുന്നില്ല, ഓപ്പൺ ആവുന്നില്ല. ഞാൻ ഇവിടുന്ന് കാണിക്കുന്നുണ്ട് ഓപ്പൺ ആവുന്നില്ല. അതെ, ഹാൻഡ് റൈസ് ചെയ്തിരുന്നെങ്കിൽ അൺമ്യൂട്ട് ആക്കാമായിരുന്നു. ജയചന്ദ്രൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറും കൂടെ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഡോക്ടർ ജയചന്ദ്രൻ സാറ്? കേൾക്കാം.
നല്ല ക്ലാസ് ആയിരുന്നു, നല്ല ഇതായിട്ട്. കേൾക്കാം. ഡോക്ടറെ സുഖമാണോ? ഡോക്ടറെ സുഖമാണോ? എന്റെ ജൂനിയർ ആയിരുന്നു. ഹലോ. എന്റെ ജൂനിയർ ആയിരുന്നു ഡോക്ടർ. ആര്? ജയചന്ദ്രൻ എവിടെയാണ് പഠിച്ചേ? ട്രിവാൻഡ്രത്താണോ പഠിച്ചേ? ഹലോ, എവിടെയാ പഠിച്ചേ? നെറ്റ്. ഞാൻ ട്രിവാൻഡ്രത്താ. എന്റെ ജൂനിയർ ആയിരുന്നു ഡോക്ടർ. ആണോ? നമ്മള് വയനാട്ടിൽ ആയിരുന്നപ്പോ രമ ഡോക്ടർ അവിടെ വന്നായിരുന്നു. ഓക്കെ. നമ്മളവിടെ കാണുമായിരുന്നു. സുഖമാണല്ലോ ഇപ്പൊ? ഞാൻ അതിലെ പാഠശാലയുടെ ഒക്കെ ബാച്ചാ, DHMSന്റെ ഫസ്റ്റ് ബാച്ച്. അതെ. ഞാൻ DHMന്റെ ലാസ്റ്റ്. സ്പേസായിട്ടൊക്കെ ജയചന്ദ്രന്റെ ക്ലാസ്മേറ്റ് അല്ലേ? ചേട്ടൻ ലത്തീഫൊക്കെ ബാച്ചിലുള്ളതാണ്. നന്ദി ഡോക്ടറെ. സന്തോഷം. പിന്നെ ഇവിടെ ഇപ്പോ നേരത്തെ ഈ ഉപ്പൂറ്റുവേദനയുടെ ഒരു കാര്യം പറഞ്ഞല്ലോ. എന്തേ? സുഖാണ് ജയചന്ദ്ര, എനിക്ക് സുഖാണ്. സുഖമല്ലെന്ന് ചോദിച്ചില്ലേ? സുഖാണ്. നന്നായിരിക്കട്ടെ. എന്നെ കാണാനല്ലോ, ഇതുപോലെ മീറ്റിംഗിൽ എന്നെ കാണാൻ വേണ്ടി സുഖമായിരിക്കട്ടെ. പിന്നെ ഞാനിപ്പോ ആൻഡ്രൈസ് ചെയ്ത് ഇവിടെ ഈ ഉപ്പൂറ്റുവേദനയുടെ കാര്യം പറഞ്ഞല്ലോ. ഒരു 4-5 കൊല്ലം മുമ്പ് എനിക്ക് ഇങ്ങനെ ഉപ്പൂറ്റുവേദന. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എനിക്ക് 4-5 കൊല്ലം മുമ്പ് ഇതുപോലെ ഉപ്പൂറ്റുവേദന അനുഭവപ്പെട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ 6 മെറ്റിന്റെ ജർമ്മൻ 200 ഒരു 4-5 ഡോസ് കഴിച്ചപ്പോൾ എനിക്ക് അതങ്ങ് മാറി. പിന്നെ ഇതുവരെ വന്നിട്ടേ ഇല്ല. 6 മെറ്റ് 200 ജർമ്മൻ, അത് ചേട്ടാണ് പറഞ്ഞതെന്ന് അങ്ങനെ കഴിക്കാൻ. ഞാനത് കഴിച്ചു. അതങ്ങ് 3-4 ദിവസം കഴിച്ചപ്പോഴേ അതങ്ങ് മാറി. പിന്നെ വന്നിട്ടുമില്ല. എന്താണ് 6 മെറ്റ് 200 ജർമ്മൻ രാവിലെ വൈകിട്ടും ഇത് 2-3 ദിവസം കഴിച്ചപ്പോൾ അതങ്ങ് മാറി. മറ്റേ എനിക്ക് രാവിലെ ബെറ്റിൽ നിന്ന് കഴിച്ച് നടക്കാനായിട്ട് വലിയ പാടായിരുന്നു. കഴിഞ്ഞു. ഡോക്ടർ ഈ കുട്ടി ജയചന്ദ്രൻ പറഞ്ഞോണ്ടിരിക്കുക. ഞാൻ വിളിക്കാം സാർ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. കുട്ടികളിലെ രാത്രിയിലെ ഈ അൺകൺട്രോളബിൾ യൂറിനേഷൻ, അതിന് നമുക്ക് ഏതാ പറ്റും? വിശേഷിച്ച് ഉറക്കത്തില്ല. ഞാൻ അതിന്റെ സമയം നോക്കിയിട്ടാ കൊടുക്കുക ജയചന്ദ്ര. കാരണം ഫസ്റ്റ് പാർട്ടിൽ തന്നെയാണെങ്കിൽ സെപ്പിയ കൊടുക്കും. പിന്നെ അതൊരു ഹാബിറ്റ് പോലെ വരികയാണെങ്കിൽ എക്യുസെറ്റ് നമുക്ക് കൊടുക്കാം. എക്യുസെറ്റ് നമുക്ക് ടീച്ചർ ഈ പറഞ്ഞ പോലെ കുറച്ച് വാം വാട്ടറിൽ കുട്ടികൾക്ക് കൊടുക്കുന്നതിൽ വിരോധമില്ലല്ലോ. അതിനൊന്നും ആഫ്റ്റർ ഇഫക്റ്റ് ഇല്ല എക്യുസെറ്റ് കൊടുത്തു കഴിഞ്ഞാല്. പിന്നെ അവർക്ക് വാം ട്രബിൾ ഉണ്ടോ നോക്കണം. എന്തോ? അതാണ് എനിക്കൊരു കേസ് വന്നപ്പോൾ ഞാൻ 200 കൊടുത്ത് വിട്ടിരിക്കുകയാണ്. സീന, കോസ്റ്റിക്കം, സെപ്പിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതൊരു ഹാബിറ്റ് പോലെ വരികയാണെങ്കിൽ എക്യുസെറ്റ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഡോക്ടറെ, ഇന്ന് നമുക്ക് ഏതായാലും 15 മിനിറ്റോടെ ആയി. ഇന്നത്തെ സൂം നമുക്ക് വളരെ നല്ലൊരു സൂമാണ്, ക്ലാസ് ആണ് നടന്നത്. മാഡം ഇനി വീണ്ടും ഇതുപോലെ ക്ലാസ്സുമായിട്ട് വരണത്. ഇങ്ങനെ ആകുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല താല്പര്യമാണ്, നല്ല പ്രയോജനവുമാണ്. അതുകൊണ്ട് ഇനി ഇതുപോലെ നല്ല നല്ല ക്ലാസ്സുമായിട്ട് വരണം. ഇന്ന് നമ്മുടെ ഈ ക്ലാസ് ഇത്രയും ഭംഗിയാക്കിയ രമാദേവി അമ്പാടി മാഡത്തിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് ഈ സൂമിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടർമാർക്കും, ബാലേന്ദ്രൻ ഡോക്ടർക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഇതിൽ പങ്കെടുത്തതിൽ. അങ്ങനെ എല്ലാവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ 1549 സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. Good night. Thanks to all. Patient hearing. Thank you. നന്ദി.